എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ ഇടതടവില്ലാതെ തുടർന്നു വരുന്ന മലയാളം വെബിനാറിന്റെ 1899 ദിവസമാണ്. നാളെ നമ്മൾ പുതിയ ഒരു അധ്യായം, പുതിയ ഒരു നാഴികക്കല്ലുകൂടി കുറിക്കുകയാണ്. 1900 വെബിനാറുകൾ പൂർത്തിയാക്കുന്ന ദിവസമാണ് നാളെ. ഇന്ന് 1899 ദിവസം. ഇന്നത്തെ മലയാളം വെബിനാറിൽ നമുക്ക് ഒരു പുതിയ അതിഥിയാണ്. ഡോക്ടർ KR ശോഭ ആണ് ഇന്ന് നമ്മോടൊപ്പം ഗസ്റ്റായി എത്തുന്നത്. ഡോക്ടറുടെ ക്ലാസ് കേൾക്കുന്നതിന് വേണ്ടി സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും സ്നേഹപൂർവ്വം ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഇന്നത്തെ സെഷൻ ആരംഭിക്കാം. നന്ദി. ഡോക്ടർ ശോഭ ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കുന്ന വിഷയം സന്ധിവാതവും ഹോമിയോപ്പതിയും എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ്. ഡോക്ടർ ചേർത്തല വാരണം എന്ന സ്ഥലത്ത് ശ്രീ മൂകാംബിക ഹോമിയോ ഹോസ്പിറ്റൽ നടത്തി വരുന്നു. ആയുർവേദവും ഹോമിയോപ്പതിയും ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. എന്തായാലും ഡോക്ടർ നമ്മോടൊപ്പം ആദ്യമായിട്ടാണ് എത്തുന്നത്. നല്ലൊരു ക്ലാസ് പ്രതീക്ഷിച്ചുകൊണ്ട് സ്നേഹപൂർവ്വം ആദരപൂർവ്വം ഡോക്ടർ ശോഭയെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ക്ഷണിക്കുന്നു. ഡോക്ടറെ, ക്ലാസ് തുടങ്ങും. ഡോക്ടറെ, ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ആഡ് ചെയ്യാനുണ്ട്. ഞാനത് ടൈപ്പ് ചെയ്തില്ല. ഡോക്ടർ ശോഭ ISK ചേർത്തല യൂണിറ്റിന്റെ മുൻകാല പ്രസിഡന്റ് ആയിരുന്നു. അതുപോലെ തന്നെ ഡോക്ടറുടെ വിദ്യാഭ്യാസം ശ്രീ വിദ്യാധിരാജ ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരത്ത് തേർഡ് ഇയർ വരെ ഉണ്ടായിരുന്നു. ഫൈനൽ ഇയർ ചോറ്റാനിക്കര ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജിലായിരുന്നു. പിന്നെ ഡോക്ടറുടെ ഹസ്ബൻഡ് ആയുർവേദ ഡോക്ടറാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് ആയുർവേദ ഹോമിയോ ഡിസ്പെൻസറിയാണ് നടത്തുന്നത്, ഹോസ്പിറ്റലാണ് നടത്തുന്നത്. അവിടെ എല്ലാവിധ ആയുർവേദ ചികിത്സകളും ഉണ്ട്. ധാരാളം പേഷ്യൻസ് അവിടെ അഡ്മിറ്റായി ചികിത്സ തേടുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഡോക്ടറുടെ ഹോമിയോപ്പതി ചികിത്സയും ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ ഡോക്ടറെ കുറിച്ച് പരിചയപ്പെടാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. ക്ലാസ് തുടങ്ങാം. നമസ്കാരം. എല്ലാ ഗുരുക്കന്മാർക്കും ഇവിടെ കൂടിയിരിക്കുന്നവർക്കും നമസ്കാരം. ഇങ്ങനെ ഒരു അവസരം തന്നതിന് നന്ദി. ഇന്നത്തെ വിഷയം സന്ധിവാതവും അല്ലെങ്കിൽ റുമാറ്റിസം ആണ്. സന്ധിവാതം എന്താണെന്ന് നമുക്ക് ആദ്യം ഒന്ന് പറയാം. People suffer from pain in joints due to changes in our lifestyle, our jobs, more sedentary life. Means inflammation of joints, generally any kind of pain related with body movements or stiffness. Causes of rheumatism: infection, connective tissue disorder, genetic defect, aging process, autoimmune disorder. Types of rheumatism: rheumatic fever, muscular rheumatism, juvenile rheumatoid arthritis, infectious arthritis, sciatica, osteoarthritis, lumbago, acute or chronic gout. Venous chronic joint changes, that is an atrophy of bones in osteoataxia. Locomotor ataxia. ലാബ് ഇൻവെസ്റ്റിഗേഷൻ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, റൂമറ്റോയ്ഡ് ആർത്രൈറ്റിസിന് ബ്ലഡ് ടെസ്റ്റ് CRPയും RA ഫാക്ടറും നോക്കണം. രണ്ട്, ഇൻഫെഷ്യസ് ആർത്രൈറ്റിസിന് ടെസ്റ്റിംഗ് ഓഫ് ഫ്ലൂയിഡ് ഫ്രം ദി അഫക്റ്റഡ് ജോയിന്റ്, ബ്ലഡ് കൾച്ചർ. മൂന്നാമത്തത് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്. ഇതിന് എക്സ്റേ എടുക്കണം. ഇറ്റ് ഷോസ് ലോസ് ഓഫ് ജോയിന്റ് സ്പേസ് ആൻഡ് ഫോർമേഷൻ ഓഫ് marginal list of osteophytes, that is bony growth forms at the edges of the joints. അടുത്തതെന്ന് പറയുന്നത് ഈ റൂമാറ്റിസം എല്ലാം ബേസിക്കലി ഒന്ന് തന്നെയാണ് നമ്മുടെ കൺസെപ്റ്റ് വെച്ച് നോക്കുവാണെങ്കിൽ. ഇറ്റ് ഡിപ്പെൻസ് ഓൺ
റെമഡിയൊക്കെ നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഡിപ്പെൻസ് ഓൺ സെൻസേഷൻ, ലൊക്കേഷൻ, മൊഡാലിറ്റി ആൻഡ് ഇന്റൻസിറ്റി ഓഫ് കംപ്ലൈൻസ്. ഇനി ഏതാനും റെമഡീസിനെ കുറിച്ച് പറയാം. അബ്രോട്ടാനം rheumatism starting after checked diarrhea or perspiration. Metastasis of rheumatism from joint to heart to spine. Sudden aching pain in back. Amelioration by motion, night and cold air. Hemorrhoids appeared rheumatic pain ameliorates. It is cross, no humanity and irritability. It is suited to disorder of newborn children, especially boys, children with emaciation of legs. രണ്ടാമത്തത് bryonia. It is irritable, talks of business, fear of poverty. Gastrobilious rheumatic constitution. Rheumatic pain, swelling, dropsical effusion into the synovial and serous membranes. Aching of joints and muscles. Pains are bursting, sticky. Aggravation by motion, amelioration by rest. അടുത്തത് സ്കോളോസിന്താണ്. സ്കോളോസിന്റെ എയിൽമെന്റ്സ് എന്ന് പറയുന്നത് ആഫ്റ്റർ ആങ്കർ, ക്യാച്ചിങ് കോൾഡ്, സൈലന്റ് ഗ്രീഫാണ്. ക്രാമ്പ് ലൈക്ക് പെയിൻ ആണ്. ഇൻ ഹിപ്സ് ടു നീ, സയാറ്റിക് പെയിൻ, അമിലറേഷൻ ബൈ പ്രഷർ ആൻഡ് ഹീറ്റ്. ലൈങ് ഓൺ അഫക്റ്റഡ് സൈഡ്, എസ്പെഷ്യലി ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്നതാണ് സുഖം കിട്ടുന്നത്. പിന്നെ അഗ്രവേഷൻ ഫ്രം ജെന്റിൽ ടച്ച്. പെയിൻ ഇൻ മസിൽസ് ഓഫ് നെക്ക്, സ്റ്റിഫ് ഫ്രം മൂവിങ് ഹെഡ്. അടുത്തത് ആന്റിയൻഗ്രൂഡാണ്. ആന്റിയൻഗ്രൂഡിന്റെ പെയിൻ എന്ന് പറയുന്നത് കുനിയുമ്പോഴാണ് ആണ് കൂടുന്നത്. സ്പാസ്മോഡിക് സ്റ്റിച്ചിങ് പെയിൻ ആണ്. ഇൻ റൈറ്റ് സ്കാപ്പുല വെൻ സിറ്റിംഗ്. അഗ്രവേഷൻ അറ്റ് നൈറ്റ്, മൂൺലൈറ്റ്, കോൾഡ് ബാത്തിങ്, സ്വിമ്മിങ് ആൻഡ് അഗ്രവേഷൻ അറ്റ് മൂൺലൈറ്റ്, overheated. Amelioration in open air during rest. Excessive irritability and fretfulness. Child cannot to touch, fretfulness or looked at. ഇതൊന്നും ഈ ചൈൽഡിന് താങ്ങാൻ പറ്റത്തില്ല. അടുത്തത് സിംസിഫ്യൂഗയാണ്. സിംസിഫ്യൂഗയ്ക്കുള്ള ഇതെന്ന് പറയുന്നത് ഇറ്റ് ഈസ് suited to nervous patients. Rheumatic pain in muscles of back and neck, stiffness and contraction. Rheumatism alternate with mental symptoms. Jerking limbs with numbness. Muscular soreness. All complaints are aggravation in morning and cold. Tender Achilles, pain in arms, evening approaches aggravates complaints. Amelioration from opening air. Warm, wrap up, rest and continuous motion. Complaints caused by business failure, overexertion and childbirth. അടുത്തതൊന്നുള്ളത് പൾസാറ്റിലെയാണ്. പൾസാറ്റിലേക്ക് റൂമാറ്റിക് പെയിൻ, കോൺസ്റ്റന്റ്ലി ഷിഫ്റ്റിംഗ്. There is fever without taste ആണ്. ചേഞ്ചബിൾ മൂഡ്, ഫോർസേക്കൺ ഫീലിംഗ് ഉണ്ട്. ക്രോസ് അഫെക്ഷൻ ആൻഡ് സിമ്പതി. weeps easily. Aggravation from cold and hugged. Pain aggravation from hanging down of limbs. Numbness in legs after long standing. Aggravation from continuous standing. Amelioration by continuous motion, gentle motion and pressure. അടുത്തതൊന്നുള്ളത് മെഡോറിനാണ്. മെഡോറിൻ സൈക്കോട്ടിക്, റൂമറ്റോയിഡ് ആർത്രൈറ്റിസിനും ഹൈഡ്രോയിഡ് കോൺസ്റ്റിറ്റേഷനുമുള്ള
പേഷ്യൻസിനാണ് വളരെ നല്ലത്. ഇത് ഹറീഡ് ആൻഡ് പിന്നെ ഫ്രൈറ്റ് ഒക്കെ വരുമ്പോഴാണ് കൂടുന്നത്. ഫിയർ ഇൻ ദി ഡാർക്ക്, ഫിയർ ഓഫ് മിസ്ഫോർച്യൂൺ, ക്രൈസ് വെൻ ടെല്ലിങ് ഹെർ സ്റ്റോറി, വീക്ക് മെമ്മറി ആയി, ലംബാഗോ, പെയിൻ ഇൻ ലംബാർ റീജിയൻ, സെൻസിറ്റീവ് ടച്ച്, ടെൻഡർനെസ് ഓഫ് സ്പൈനൽ കോളം വെൻ സ്ട്രെച്ചിങ്, പെയിൻ ഇൻ സേക്രം ആൻഡ് കോക്സിസ്, ലംബാഗോ ഫ്രം ലിഫ്റ്റിംഗ്, stiffness, rheumatism with edema of limbs, legs cannot keep them still, heels and balls of feet tender, soreness of soles, burning in hands and feet, wants them uncovered and fanned, aggravation from thinking 3 AM to 4 AM, ഡേ ടൈമിലാണ് അഗ്രവേഷൻ ഉണ്ടാകുന്നത്. അമറേഷൻ ഫ്രം ബെൻഡിങ് ബാക്ക്വേർഡ് ആണ്. ഇനി നമുക്ക് കുറച്ച് കേസുകൾ, എനിക്ക് അനുഭവത്തിൽ വന്ന ചില കേസുകളെ കുറിച്ച് പറയാം. അതെന്ന് പറയുന്നത്, ഒന്ന് മുട്ട മാറ്റിവെച്ച ഒരു കേസാണ്. നടക്കത്തില്ലായിരുന്നു, നടക്കത്തില്ലെന്നല്ല, നടക്കും, കാല് മലത്തി പിടിച്ച് നടക്കും, വിരളെ കുത്തിയാണ് ഇങ്ങനെ നടക്കുന്നത്, നല്ല പോലെ മലർത്തി പിടിച്ചായിരുന്നു നടക്കുന്നത്. 2 കാലിലും ഭയങ്കര നീരായിരുന്നു, പിന്നെ എലിഫന്റിയാസിസ് പോലെ ഇരിക്കും. എന്നിട്ട് ആംഗിൾ ജോയിനില് ഭയങ്കര മടക്കുകളും കുറെ സ്കാറുള്ള പോലെ നീരും ഉണ്ടായിരുന്നു. നല്ല കറുപ്പ് കളറുമായിരുന്നു. അവിടെ അൾസർ പോലെ ഇടയ്ക്കിടയ്ക്ക് വരികയും ചെയ്യുമായിരുന്നു. ഭയങ്കര ഉപ്പുനീറ്റ് വേദനയായിരുന്നു. ഇത് നടക്കാൻ പാട് കാരണമാണ് ഇങ്ങനെ മലർന്നു പിടിച്ച് നടക്കാൻ തുടങ്ങിയത്. ഇപ്പൊ ഉപ്പുനീറ്റ് വേദന കുറവുണ്ട്. മൂത്രം അറിയാതെ പോകും. എന്തെങ്കിലും ഒരു വെയിറ്റ് എടുത്താലോ അല്ലെങ്കിൽ ഒന്ന് ചിരിച്ചാൽ മതി, മൂത്രം അറിയാതെ പോകുമായിരുന്നു. അവർക്ക് ഞാൻ കൊടുത്തിട്ടുള്ളത് ഫൈറ്റിലക്ക ടിഞ്ചർ കൊടുത്തിട്ടുണ്ട്, ബെർബറി ടിഞ്ചർ കൊടുത്തിട്ടുണ്ട്. 2 നേരം 10 തുള്ളി വീതമായിരുന്നു കൊടുക്കുന്നത്. പിന്നെ സിങ്കമ്മറ്റ് കൊടുത്തിട്ടുണ്ട്, ആർണിക്ക 3x കൊടുത്തിട്ടുണ്ട്, ചമോമില 1 കൊടുത്തിട്ടുണ്ട്. പിന്നെ കൊടുത്തിട്ടുള്ള ഇടയ്ക്ക് കാഴ്സിനോസിൻ വല്ലപ്പോഴും 200 ഓരോ ഡോസ് കൊടുക്കുമായിരുന്നു. പിന്നെ ഹൈപ്പോതലാമസ്, ഇവർക്ക് തൈറോയിഡും ഉണ്ടായിരുന്നു, ഹൈപ്പോതലാമസ് 200 കൊടുക്കുമായിരുന്നു. നൈട്രമൂർ 3 ടൈംസ് തന്നെ കൊടുക്കുമായിരുന്നു. പിന്നെ പിറ്റ്യൂട്ടറി 30 വീക്കിലി ഓരോ ഡോസ് കൊടുക്കുമായിരുന്നു. പിന്നെ അവർക്ക് കൊടുത്തിട്ടുള്ളത് റെസ്റ്റോസ് 10 3 ഡോസ് അടുപ്പിച്ചാണ് കൊടുക്കുന്നത്. ഓരോ മണിക്കൂർ ഇടവിട്ട് 3 നേരം കൊടുക്കുമായിരുന്നു. പിന്നെ സിക്കൂട്ട കൊടുത്തിട്ടുണ്ട്, റേഡിയം ബ്രോമൈഡ് 30, കൽക്കേരിയ ഫ്ലോർ 6x കണ്ടിന്യൂസ് ആയിട്ട് കൽക്കേരിയ ഫ്ലോർ 6x കൊടുക്കുമായിരുന്നു. തയോസിയാമിനും 3x കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കുമായിരുന്നു. പിന്നെ ക്രാബ് ആപ്പിള് ദിവസവും കൊടുക്കുമായിരുന്നു. മെർസോള് ഇടയ്ക്ക് കൊടുത്തിട്ടുണ്ട്. തലയിലെ ഉച്ചിയിൽ എപ്പോഴും വേദനയാണ്, തലയിടിച്ചൊക്കെ വീണിട്ടുണ്ട്, കുനിയാനൊക്കെ ഭയങ്കര പാടായിരുന്നു. ഇപ്പോഴവര് നടക്കും. അതുപോലെ ഈ തലേന്ന് വേദന ഇങ്ങോട്ട് ഇറങ്ങി ഷോൾഡറിലോട്ട് വരുമായിരുന്നു. അത് പ്രത്യേകിച്ച് വലത്തെ കൈയുടെ തോളിനായിരുന്നു വേദന വരുന്നത്. സാങ്കുനേരിയ ആണ് കൊടുത്ത് അവർക്ക് നല്ല പോലെ കുറഞ്ഞ് ഇപ്പം വലിയ കുഴപ്പമില്ല. അവരെല്ലാം ജോലിയൊക്കെ ചെറുതായിട്ടൊക്കെ ചെയ്യുമായിരുന്നു. നടക്കാനുള്ള പാടുണ്ടെന്നേ ഉള്ളായിരുന്നു. ഭയങ്കര വണ്ണമായിരുന്നു. ഇപ്പം വണ്ണത്തിനൊന്നും ഇതുവരെയും കുറവൊന്നുമില്ല. എന്നാലും പറഞ്ഞ് നല്ല ആള് ഒക്കെ ഉള്ള ആളാണ്. ESR അവർക്ക് 65 ഉള്ളതായിരുന്നു. ഇപ്പം അവര് കുഴപ്പമില്ലാതെ പോകുന്നു, എല്ലാ കാര്യങ്ങളും നടത്തി പോകുന്നു. വല്ലപ്പോഴും എന്തെങ്കിലും കംപ്ലൈന്റ് ഒക്കെ വരുമ്പോൾ വരുമായിരുന്നു. ഇപ്പൊ കുറച്ചു നാളായി വന്നിട്ട്. അടുത്ത കേസ് എന്ന് പറയുന്നത്, അതും ഒരു ലേഡിയാണ്. കാലിന്റെ വിരലിനെല്ലാം വേദനയായിരുന്നു, അതേപോലെ ഉപ്പൂറ്റി വേദനയായിരുന്നു, നംനെസ്സും ഉണ്ടായിരുന്നു. അവർക്ക് അതേപോലെ പൊടി അടിച്ചാലൊക്കെ ഭയങ്കര തുമ്മല്, ഒരു പോപ്പ് സെൻസേഷൻ ആയിരുന്നു മുഖത്തൊക്കെ ഉണ്ടായിരുന്നത്. പിന്നെ വലിക്കുന്ന പോലത്തെ വേദനയാണെന്ന് അവർ പറയുന്നത്. ഫസ്റ്റ് മൂവ്മെന്റിൽ അവർക്ക് അഗ്രവേഷൻ ആയിരുന്നു എപ്പോഴും. അതുപോലെ ഐസി കോൾഡ്, കൈ
ഐസി കോൾഡ് ആയിട്ടാണ് അവർക്ക് തോന്നാറുള്ളത്. പിന്നെ ഇവർക്ക് ഞാൻ കൊടുത്തിട്ടുള്ള മെഡിസിൻ റൂമാറ്റിസം റെസ്റ്റോസ് 10 ml കൊടുത്ത്, അതും ഇതുപോലെ 1 hourly ആണ് ഞാൻ കൊടുത്തോണ്ടിരുന്ന. 3 ഡോസ് അടുപ്പിച്ച് കൊടുക്കുമായിരുന്നു. ബ്രയോണിയ 3x കൊടുത്തിട്ടുണ്ട്, അത് തുടർച്ചയായിട്ട് കുറച്ച് നാൾ കൊടുത്തിട്ടുണ്ട്. അപ്പോസൈന ഡെക്ക് 3x അതും 3 നേരം കൊടുക്കുമായിരുന്നു. പിന്നെ ബെറേവിയ ഡിഫ്യൂസ ടിഞ്ചർ 2 നേരം, അതൊക്കെ 1 മാസമൊക്കെ കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഇവർക്ക് ദേഷ്യവും ഉണ്ടായിരുന്നു. ഈ വേദന വരുമ്പോൾ അവർക്ക് സഹിക്കാൻ പറ്റത്തില്ല, ഭയങ്കര മരവലും അതൊക്കെ കാരണം ചമ്മോമില്ല 1 ml ഇടയ്ക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവർക്ക് സിംസിഫ്യൂഗ 3x കൊടുത്തിട്ടുണ്ട്. അരിസ്റ്റോലോക്കിയ ടിഞ്ചർ കൊടുത്തിട്ടുണ്ട്. ഹെഡിയോമ ടിഞ്ചർ കൊടുത്തിട്ടുണ്ട്, ഇടയ്ക്കിടയ്ക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു 2 വർഷത്തോളം എൻ്റെ അടുക്കുന്ന മരുന്ന് കഴിച്ച. പിന്നെ കാലിയായിഡ് കൊടുത്തിട്ടുണ്ട്. സ്ക്ലീറാന്തസ് റെസ്ക്യൂ റെമഡി ഇതൊക്കെ ഇടയ്ക്കെടുത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. അത് ഈ റെസ്ക്യൂ റെമഡിയും സ്ക്ലീറാന്തസും തുടർച്ചയായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓറമെറ്റ് 1 ml കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ അവർക്ക് കുഴപ്പമൊന്നുമില്ല, വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. ഹെഡിയോമ ടിഞ്ചറും അവർക്ക് കൊടുത്തിട്ടുണ്ട്. അവർക്ക് ഇത് പൊടി അടിച്ചുള്ള തുമ്മലിന് ഞാൻ ആദ്യമൊക്കെ ബ്രോമിയം കൊടുത്തിട്ടുണ്ട്. അത് 0/3 ആയിരുന്നു കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ ഇപ്പം അവർ മരുന്ന് നിർത്തി. എന്നാലും ഞാൻ നിർബന്ധിച്ച് പറഞ്ഞത് കൊണ്ട് ആളെ വിട്ട് ട്യൂബർക്കുലിനും 1 ml 2 ഡോസ് 1 ആഴ്ചയിൽ 1 കൊടുത്ത്, ട്യൂബർക്കുലിനും 2 ml കൊടുത്ത്. ഇപ്പം അവരെ കാണാനില്ല, അവരുടെ മോഡെടുക്കലെങ്ങാണ്ട് പോയപ്പോ കുഴപ്പമൊന്നുമില്ലെന്നാ ചോദിക്കുമ്പോ പറയുന്നു. അങ്ങനെ ഒരു കേസ്. അടുത്തത് ഒരു ഫീമെയില് തന്നെയാണ്. അവർക്കും ഇതേപോലെ ടെൻഡോഅക്കിലിസ് ആണ്. അവർക്ക് ഒട്ടും വയ്യായിരുന്നു. വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഒച്ചത്തിൽ കരയും, ഭയങ്കരമായിട്ട് കരയുമായിരുന്നു. ആൻസൈറ്റി ഇറിറ്റബിലിറ്റി ഒക്കെ കാരണമാണ് മാറുമോ എന്നൊക്കെയുള്ള ഒരു പേടിയുണ്ടായിരുന്നു ഇവർക്ക്. ബ്രയോണിയ 10 ml 2 ഡോസ് കൊടുത്ത്, പിന്നെ കൽക്കേരിയ ഫോസ് 6x തുടർച്ചയായിട്ട് കൊടുത്തോണ്ടിരുന്നു. റൂട്ട 30 അതും ഇതേപോലെ 3 നേരം കൊടുക്കുമായിരുന്നു. ഫ്ലോറിക് ആസിഡ് ഡെയിലി 3 നേരം കൊടുക്കുമായിരുന്നു. പിന്നെ അവർക്ക് നല്ലപോലെ ആ വേദന കുറഞ്ഞത് മ്യൂറിയാറ്റിക് ആസിഡ് 6 കൊടുത്തു കഴിഞ്ഞപ്പോഴാണ്. അത് ഈ ഒച്ചത്തിലുള്ള കരച്ചിൽ എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നിയ അത് കൊടുക്കണം. അത് കൊടുത്തു കഴിഞ്ഞിട്ട് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, ഒരു വേദനയും ഇല്ല. ഇപ്പൊ 6 മാസമായിട്ട് അവർക്ക് ഒരു കുഴപ്പവും ഇല്ലാതെ. അടുത്തത് പിന്നെ ഒരു ലേഡിയാണ്. അത് ഇതുപോലെ, അത് ഒട്ടും നടക്കാത്തവരായിരുന്നു, കുറെ നാളുകൾ നടക്കാത്ത സ്ത്രീയായിരുന്നു. അവർക്ക് ഇനി നടക്കത്തില്ലെന്ന് പറഞ്ഞ ഒരു കേസായിരുന്നു. എങ്കിലും ഞാൻ കുറെ എൻ്റെ നിർബന്ധം കൊണ്ട് വന്നതാ. അവർക്ക് കൊടുത്ത മെഡിസിൻ എന്ന് പറയുന്നത് ഹൈമോസ ടിഞ്ചർ 2 നേരം കൊടുത്തിട്ടുണ്ട്. പ്ലംബമെറ്റ് ഡെയിലി 200 ഓരോ ഡോസ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ എപ്പോഴും മസിൽ കയറ്റം ഉണ്ടായിരുന്നു ഇവർക്കും. ഇവർക്ക് നല്ല എലിഫന്റിയാസിസ് ഉണ്ട് ഒരു കാലയിൽ, ഇടത്തെ കാലയിലായിരുന്നു. അത് ഇടയ്ക്കിടയ്ക്കൊക്കെ പൊട്ടുകയും അതും ഇതൊക്കെ ഉണ്ടായിരുന്നു. അതിനൊന്നും എന്നോട് പണ്ടൊന്നും മരുന്നോ അങ്ങനെയൊന്നും വാങ്ങിച്ചിട്ടൊന്നുമില്ല. ഇപ്പൊ ഇത് വന്നപ്പോ ഞാൻ അത് ലാസ്റ്റ് അതിനു വേണ്ടി കൊടുക്കാൻ കുറച്ച് മരുന്ന് കൊടുത്തിട്ടുണ്ട്. ഇവർക്ക് അതേപോലെ വയറ്റിൽ നിന്ന് ഒരിക്കലും പോകത്തില്ല, കൊടുക്കാത്ത മരുന്നുകളൊന്നും ഇല്ല. ഓപ്പിയം പിന്നെ 200 കൊടുത്ത്, 1 ml കൊടുത്ത്, പിന്നെ പ്ലംബമെറ്റ് അത് നടക്കാത്തതിന് വേണ്ടി കൊടുത്ത പ്ലംബമെറ്റ് 0/3 ആയിരുന്നു കൊടുത്തിട്ടുള്ളത്. പൾസാറ്റിലെ 1 ml കൊടുത്തിട്ടുണ്ട്. അതുപോലെ OAN ഓസ്റ്റിയോ ആർത്രൈറ്റിക് നോസോഡ് അത് ഡെയിലി ഓരോ ഡോസ് കൊടുക്കുമായിരുന്നു. പിന്നെ കാലില് ഈ എലിഫന്റിയാസിസ് ഉള്ളത് കൊണ്ട് അതിന് മരുന്നൊന്നും കൊടുത്തില്ല. കുറച്ച് നാള് ഇതെല്ലാം മാറിക്കഴിഞ്ഞ് നടക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് ഞാൻ അത് കൊടുത്തത്. കാരണം അവർക്ക് ഇതെങ്ങനെയൊന്നും മാറട്ടെ, ഇനി അതിനു വേണ്ടിയല്ല നമ്മൾ ഈ എക്സ്റ്റേണലിൽ ഉള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ പോയി കഴിഞ്ഞാൽ അത് പണ്ടേ ഉള്ളതും അല്ലേ എന്ന് വെച്ചാൽ ലാസ്റ്റ് നോക്കാമെന്ന് വിചാരിച്ച് ഫെറമെറ്റ് കുറേ നാള് ഇവർക്ക് കുറേ നാള് കൊടുത്തു കഴിഞ്ഞ് അത് കഴിഞ്ഞ് ലാക്കസിസ് 0/3 ആണ് കൊടുത്തവർക്ക്. എപ്പോഴും കൂടുതലും എല്ലാം ലെഫ്റ്റ് സൈഡിലായിരുന്നു കംപ്ലൈന്റ് വരുന്നത്. ലാക്കസിസ് കൊടുത്തിരുന്നത് 0/3 ആണ് കൊടുത്തത്. ഇടയ്ക്ക് കൽക്കേരിയ കാർബ് 1 ml വീക്കിലി കൊടുത്തിട്ടുണ്ട്. ഫൈറ്റലക്ക ടിഞ്ചർ, ഫൈറ്റലക്ക ഡെക്ക് ടിഞ്ചർ 2 നേരം കൊടുക്കുമായിരുന്നു. നൈജല്ല ടിഞ്ചറും 2 നേരം കൊടുക്കുമായിരുന്നു.
അതുപോലെ കോളോഫൈലം 30 കൊടുത്തിട്ടുണ്ട്. ആക്ടിയ റെസിമോസ അല്ല, ആക്ടിയ സ്പിക്കേറ്റ 30 കൊടുത്തിട്ടുണ്ട്. കോസ്റ്റിക്കൻ 10 ഇവർക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ വെറൈട്രാൽബ് 1 അതാ വീക്കിലി 3-4 ആഴ്ച കൊടുത്തതേ ഉള്ളൂ. പിന്നെ വയറ്റീന്ന് ഭാഗത്തിന് സാനിക്കുല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്ത്. പക്ഷെ ഇവർക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ എല്ലാം തല്ലി ഉടയ്ക്കും, തലയൊക്കെ കൊണ്ടുവന്ന് വല്ലോടൊക്കെ ഇടിക്കും. അങ്ങനെ ഇവർക്ക് ഞാൻ ഇടയ്ക്ക് ചമോമില കൊടുത്തിട്ടുണ്ട്, നൈട്രം സൾഫ് 10 കൊടുത്തിട്ടുണ്ട്. നൈട്രം സൾഫ് 6 ഒരു ചതുപ്പ് സ്ഥലമാണ് അവരുടെ സ്ഥലം. നൈട്രം സൾഫ് 6 കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇടയ്ക്ക് അവർക്ക് സിംഫൈറ്റം ഈ സഹിക്കാൻ വയ്യാതെ വേദനയെല്ലാം കൊണ്ടിട്ട് ഇടിച്ച് പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്നത് കൊണ്ട് ഞാൻ സിംഫൈറ്റം ടിഞ്ചർ കൊടുത്തിട്ടുണ്ട്, ജിൻസങ്ങും ടിഞ്ചർ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ അവർക്ക് പിന്നെ ലാസ്റ്റ് കൊടുത്തത് അവർക്ക് പ്ലാറ്റിന 10 അത് കൊടുത്തു കഴിഞ്ഞപ്പോ അവർക്ക് വയറ്റീന്നൊക്കെ പോകുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. വീട്ടിലെ എല്ലാ ജോലി ഒരു ജോലി ചെയ്യത്തില്ല, കിടപ്പായിരുന്നു, ഇനി നടക്കത്തില്ലെന്ന് പറഞ്ഞതാ. പക്ഷെ അവരൊരു കുഴപ്പവും ഇല്ലാതെ എല്ലാം നടക്കുന്നു. ഇപ്പൊ കഴിഞ്ഞ 2-3 ദിവസം മുമ്പേ എങ്ങാണ്ടായിരുന്നു അവരുടെ ബർത്ത്ഡേ ആയിരുന്നു, 70-ാം പിറന്നാൾ ആഘോഷിച്ച് മകൾ എനിക്ക് അതിന്റെ ഫോട്ടോ ഒക്കെ വിട്ടു. പിന്നെ അടുത്ത ഒരു കേസ് എന്ന് പറയുന്നത് ഒരു 23 വയസ്സുള്ള ലേഡി ആയിരുന്നു. അവർക്ക് ഇതുപോലെ റുമാറ്റിക് ഫീവർ വന്നതാണ്. എപ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവരിപ്പോ ഇവിടെ ഇല്ല, ഒരു തൃപ്പൂണിത്തറയും കണ്ട താമസിക്കുന്നത്. ആ പനി വന്നിട്ട് അങ്ങോട്ട് മാറുന്നില്ല, ശരീരവേദനയില്ല. ആ ബാപ്റ്റീഷ്യ ടിഞ്ചറാണ് കൊടുത്ത, പല പ്രാവശ്യം കൊടുത്ത്, യുപ്പറ്റോറിയൻ ടിഞ്ചർ കൊടുത്ത്, ആഴ്സാൽബ് 3x കൊടുത്ത്, പൈറോജൻ കൊടുത്ത്. പക്ഷെ ഒട്ടും കുറയുന്നില്ല. അങ്ങനെ വന്നപ്പം അവർക്ക് കുറയുന്നില്ല. ഇവര് എന്ത് പറഞ്ഞാലും പല രീതിയില ഇപ്പൊ പറയുന്നതല്ലായിരിക്കും ഇച്ചിരി കഴിയുമ്പോ പറയുന്നത്. ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും അവരുടെ സിംറ്റംസ്. എന്ത് പറഞ്ഞാലും കരച്ചില് തന്നെ കരച്ചിലെന്ന് പറയുന്നത്. അപ്പൊ ഞാന് അവർക്ക് ഈ റെസ്റ്റോസ് 3x ഒക്കെ കൊടുത്തു നോക്കിയിട്ടുണ്ട്, ഫെറംബോസ് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് പൾസാറ്റില കൊടുത്തപ്പോഴാണ് അവർക്ക് നല്ല പോലെ മാറ്റം വന്നത്. അപ്പൊ ഈ പനി കൂടുന്ന സമയത്തൊക്കെ ഞാൻ വെല്ലുവണ്ണും ആഴ്സാൽബ് സൾഫർ 30 ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുമായിരുന്നു. പിന്നെ ഈ പൾസാറ്റില 0/3 കൊടുത്തു കഴിഞ്ഞിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കുറച്ചു നാൾ കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് അവരുടെ ആ പനി ഇടയ്ക്കിടയ്ക്ക് വരുന്നത് അങ്ങ് മാറിയതും. പിന്നെ കാലിസൾഫ് 6x കൊടുത്തിട്ടുണ്ട്, ആഴ്സാൽബ് 3x കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഒരു കുഴപ്പമില്ല. അങ്ങനെ ആ ഒരു കേസ് കുറച്ച് നാളെ എടുത്തുള്ളത്, വേഗം കുറഞ്ഞായിരുന്നു. പിന്നെ അടുത്തുള്ള ഒരു കേസ് എന്ന് പറയുന്നത് പിന്നെ നടുവേദന ഉള്ളതായിരുന്നു. എന്നിട്ട് അവർക്ക് ഈ ഡോഴ്സൽ വെർട്ടിബ്രേസിനാണ് വേദന വരുന്നത്. എന്നിട്ട് ഇവർക്ക് അവിടെ എന്തെങ്കിലും ഒരു പ്രഷർ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് വേദന വരും. പക്ഷെ ഇവർക്ക് അതിൽ നിന്ന് ഒരു ഡൈവേർഷൻ വന്നു കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും ആലോചിച്ചാലെന്നല്ല, വേറെ എന്തിലേലും മുഴുകിയാൽ അവരുടെ ആ വേദന മാറും. അല്ലെങ്കിൽ അവര് വലിയ കട്ടിപ്പണിയൊക്കെ ചെയ്താൽ അവർക്ക് ഒരു ക്ഷീണവും ഇല്ലാതെ അവർ ജോലി ചെയ്യുമായിരുന്നു. അവർക്ക് ഞാൻ കൊടുത്തിട്ടുള്ളത് പിന്നെ ഇവര് ഈ വേദനയൊക്കെ അഥവാ സഹിക്കാൻ വയ്യാതെ വരുമ്പോ, വേദന വരുമോ, എന്തെങ്കിലും ഒരു വിഷമോ വന്നാൽ അവരെന്ത് ചെയ്യും, ഈ പിന്നെ റെക്കോർഡ് പാട്ട് ഓൺ ചെയ്ത് വെച്ചിട്ട് ഡാൻസ് ചെയ്യുമ്പോൾ അവരുടെ വേദന കുറയും. അപ്പൊ ഞാൻ അവർക്ക് കൊടുത്തത് ആദ്യം പിപ്പർമെത്തിസ്റ്റിക്ക 30 കൊടുത്ത്, പിന്നെ 200 കൊടുത്തു. ഇപ്പൊ അവർക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ വരാത്ത എന്താന്ന് ചോദിച്ചാൽ പറയും എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ല, അവരുടെ ഭർത്താവ് മരിച്ചുപോയി. അപ്പൊ അവർക്ക് അതിന്റെ ഇടയ്ക്ക് ഇയാൾക്ക് വയ്യാതിരിക്കുമ്പോഴായിരുന്നു ഇതും ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അവർ പറഞ്ഞു ഇനി എനിക്ക് വരുവാണേ വരെ, ഇപ്പൊ എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞു. പിന്നെ അതിന്റെ ഫോളോസ് ഒന്നും അവർക്ക് കഴിച്ചിട്ടില്ല, ഇതുവരെയും വേദനയൊന്നും ഇല്ലെന്നാണ് പറഞ്ഞത്. ഈയിടെ എന്നെ അവരുടെ മോടെ കല്യാണം വിളിക്കാൻ വന്നപ്പോ പറഞ്ഞ് ഇപ്പൊ എനിക്ക് കുഴപ്പമൊന്നുമില്ല, വരുവാണെങ്കിൽ വന്നോളാന്ന് പറഞ്ഞു. പിന്നെ അടുത്തത് പറഞ്ഞു ഒരു ഓസ്റ്റിയോപോറോസിസ് കേസാണ്. 65 ആയിരുന്നു.
യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. മടി എന്നുള്ള രീതിയിലാണ് കൽക്കേരിയ ഫോസ് 10 മന്ത്ലി ഓരോ ഡോസ് കൊടുത്ത്, പിന്നെ കൽക്കേരിയ ഫോസ് 6X ഡെയിലി 3 നേരം 3 വെച്ച് കൊടുക്കുമായിരുന്നു. ഏകദേശം 1 വർഷം കഴിച്ചു. ഇപ്പൊ അവര് വിദേശത്തെങ്ങാണ്ട അവർക്ക് കംപ്ലൈന്റ് ഒന്നും ഇല്ലെന്നാ പറയും. ഇത്രയൊക്കെയാണ് എന്റെ കേസ് ഉള്ളത്. കേസ് പ്രസന്റേഷൻ കഴിഞ്ഞോ? കഴിഞ്ഞു. എന്നുവെച്ചാൽ ഞാനിപ്പോ കുറച്ച് ഇതിനു വേണ്ടി ഒന്ന് കുറച്ച് എടുത്ത് കൊണ്ടുവന്നതാ. എനിക്കല്ലേലും ഈ പിന്നെ റൂമാറ്റിക് കേസ് അങ്ങനെ അധികമൊന്നും വന്നിട്ടില്ല. മറ്റുള്ള കേസുകളൊക്കെ ആയിരുന്നു എനിക്ക് കൂടുതലും വരുന്നത്. ഇപ്പൊ ഞാൻ അങ്ങനെയില്ല. ഇപ്പം വെറുതെ മാറാത്ത കേസുകളൊക്കെ ആണ് നോക്കുന്നത്. വിളിച്ചിട്ട് വരുന്ന കേസ് മാത്രമേ നോക്കുന്നുള്ളൂ. മറ്റേത് ഇങ്ങനെ ശ്വാസം മുട്ടലുകാരെയും സ്കിൻ ഡിസീസുകാരെയായിരുന്നു മുഴുവൻ ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ എനിക്ക് ഈ പേഷ്യൻസിന് പനി വന്നാലും അല്ലെങ്കിൽ ഈ ആസ്മയൊക്കെ വന്നാൽ അവരുടെ കൂടെ ഇരിക്കും, കുറഞ്ഞിട്ടേ ഞാൻ വന്ന് കിടക്കുള്ളായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു എന്റെ ആരോഗ്യം നോക്കണമല്ലോ, അതുകൊണ്ട് വിളിച്ചിട്ട് വരുന്ന ഇപ്പൊ എപ്പിലെപ്സി അങ്ങനെയൊക്കെയുള്ള കേസുകളാണ്. അല്ലെങ്കിൽ ഈ ക്യാൻസർ വന്നിട്ട് ചില കംപ്ലൈന്റ്സ് ഒക്കെ അതിന് ഈ അവരുടെ കീമോ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് വന്ന ആഫ്റ്റർ എഫക്ട്സ് അങ്ങനെയൊക്കെയുള്ള കേസുകളാണ് ഇപ്പൊ ഞാൻ കൂടുതലും നോക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് പറയാനുണ്ടോ? അങ്ങനെ സമയം ഇഷ്ടം പോലെ. എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എപ്പിലെപ്സി വരുന്ന ഒരു ഇത് അതിനെ 6 മാസം മുതൽ എപ്പിലെപ്സി വരുന്നതായിരുന്നു. എന്നിട്ട് അതുപോലെ പണ്ടൊക്കെ എന്തെന്നുള്ളതൊന്നും അവർക്ക് ഓർമ്മയില്ല. എൻ്റെ അടുക്ക ലാസ്റ്റ് വരുമ്പോ 41 വയസ്സായപ്പോഴാണ് എൻ്റെ അടുക്ക വരുന്നത്. അങ്ങനെ വരുമ്പം അവർക്ക് ഞാന് മെൻസസ് വരുമ്പോഴായിരുന്നു ഇത് വരുന്നതൊക്കെ. അപ്പൊ അവർക്ക് ഞാൻ പിന്നെ ബുഫോ ആയിരുന്നു കൊടുത്തിട്ടുള്ള. ബുഫോ 0/3 കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കുമായിരുന്നു. പിന്നെ എന്നാലും അത് തീർത്തൊന്നും കുറഞ്ഞിട്ടില്ല, നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാലും അതുവരെ മെന്റലി റിട്ടയർഡാണ്, വളർച്ചയൊക്കെ ഉണ്ട്. അങ്ങനെ ഒന്നും നല്ലപോലെ ഒന്നും പറയത്തില്ല. ഇത് ഇങ്ങനെ വെറുതെ ഇങ്ങനെ മിങ്കിളിയാന്നും പറഞ്ഞ് ഇരിക്കുകയുള്ളൂ. ഇപ്പൊ അങ്ങനെയല്ല. നമ്മളോട് എന്തെങ്കിലും എന്തുണ്ട് ചേച്ചി അങ്ങനെയൊക്കെ ഒന്ന് ചോദിക്കുകയും പിന്നെ ഇടയ്ക്ക് അവർക്ക് വായി കയ്പും പറയും. ഇപ്പൊ ഞാൻ ഇടയ്ക്ക് പൾസാറ്റിലേക്ക് കൊടുക്കും. ഒരു നാണമൊക്കെ ഉണ്ടായിരുന്നു, അതിനൊക്കെ ഒരു ഇച്ചിരി മാറ്റമുണ്ട് എന്നതേ ഉള്ളൂ. അപ്പൊ അതിന്റെ അമ്മയ്ക്ക് ഈ ക്യാൻസർ വന്നിട്ട് കംപ്ലൈന്റ് ഒക്കെ ആയിട്ട് പിന്നെ എടുത്തു കളഞ്ഞതാണ്. കീമോയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് അതിന് വലിയ ഒന്നും സിംറ്റംസ് പറയാറായിട്ടില്ല, എങ്കിലും നല്ല മാറ്റമുണ്ട്. അങ്ങനെ പോകുന്നു. പിന്നെ റൂമാറ്റിക് കംപ്ലൈൻസ് റൂമാറ്റിക് അല്ല, എക്സിമ ഒക്കെ ഒത്തിരി കേസ്. അത് എനിക്ക് ഒന്നും ഇപ്പൊ എന്റെ ഇനി മനസ്സിൽ പറയാൻ അറിയത്തില്ല. ബുക്ക് എടുത്തു വെച്ച് നോക്കിയാലേ അറിയത്തുള്ളൂ. എന്ന് വെച്ചാൽ ഇങ്ങനെ ആസ്മ കേസ് ഒന്നും ഇല്ല. അതേപോലെ ഒരു ആസ്മ കേസ് പിന്നെ ഈ തണുപ്പ് കാലത്ത് അവർക്ക് ഭയങ്കരമായിട്ട് കൂടുന്ന ഒരു ആസ്മ ഉണ്ടായിരുന്നു. പിന്നെ അതിനും അതിന്റെ അമ്മയ്ക്ക് വേണ്ടി വന്നതാ. അതിന് എപ്പിലെപ്സി വരുന്നത് കൊണ്ട് അതിന് വന്നതാണ്. അതിന് ഞാൻ പിന്നെ എന്തോ ആർട്ടിമിഷ്യ വൾഗാരിസ് ആയിരുന്നു കൊടുക്കുന്നത്. ആദ്യമൊക്കെ 0/3 കൊടുത്ത്, പിന്നെ അത് പ്ലസിംഗ് മെത്തേഡില് അങ്ങനെ കൊടുത്ത് നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അതിന്റെ അമ്മയ്ക്കാണ് ആസ്മ വരുന്നത്. അത് ഇരിക്കാനേ പറ്റത്തില്ല. അപ്പൊ ആഴ്സാൽബ് 0/3 ഞാൻ കൂടുതലും ഇങ്ങനെയൊക്കെയുള്ള മാറാത്ത കേസുകളെല്ലാം 50 ml സ്കെയിലായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇപ്പൊ പിന്നെ സ്വസ്ഥമായിട്ട് ഇങ്ങനെ ഇരുന്ന് വായന മാത്രമേ ഉള്ളൂ. ഈ വിളിച്ചിട്ട് വരുന്ന കേസാണെങ്കിൽ അതുപോലെ ഫൈബ്രോയിഡിന് ചികിത്സിക്കുന്നുണ്ട്. ഫൈബ്രോയിഡ് ചിലർക്കൊക്കെ നല്ല മാറ്റമുണ്ട്. എന്നിട്ട് ഒരാൾക്ക് ഈ സ്ട്രോക്ക് പിന്നെ വന്നതിന് ശേഷം പ്രസവത്തോടു കൂടി സ്ട്രോക്ക് വന്ന് അതിന് ഞാൻ റെസിമോസ കൊടുക്കുന്നുണ്ട്. അതിന് നല്ല ഇമ്പ്രൂവ്മെന്റ് പറയുന്നത്. അവർ എപ്പോഴും ഇങ്ങനെ പറയുന്നുണ്ട്. ഞാൻ പറയും ഇങ്ങനെ അവർക്ക് നടക്കുമ്പം ഒരു കാലിന് ചാട്ടമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ആ ചാട്ടമൊക്കെ കുറവുണ്ട്. അങ്ങനെ പോകുന്നു. അത് ആ ബുക്ക് കയ്യിലുണ്ടെങ്കിൽ അതെല്ലാം മെഡിസിൻസും നമ്മുടെ മനസ്സിൽ ഓർമ്മ വരികയുള്ളൂ. എന്തായാലും ഈ റെസിമോസയ്ക്ക് അവർക്ക് ഭയങ്കര ആശയം. അവരെപ്പോഴും പറയും
അയ്യോ അത് എനിക്ക് മാറുമോ എന്നൊക്കെ ഒരു സംശയത്തിൽ പറയുമ്പോൾ ഞാൻ പറയാം, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വേറെ എവിടെയെങ്കിലും കാണിക്കുന്നത് നല്ലത്. എനിക്ക് അങ്ങനെ സ്പീഡിൽ മാറ്റാൻ അറിയത്തില്ല. എനിക്ക് പതിയെ പതിയെ എല്ലാം അറിഞ്ഞ് ചെയ്താലേ മാറ്റം വരുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അത് നടക്കുന്നുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ ഫൈബ്രോയിഡുകാര് കൂടുതൽ പേരുണ്ട്, അവർക്കൊക്കെ നല്ല ഇമ്പ്രൂവ്മെന്റും ഉണ്ട്. ഫൈബ്രോയിഡ് ഇപ്പൊ ഒരാൾക്ക് ആസ്മയും അതും ഒക്കെ വരുമായിരുന്നു, എന്നാൽ ഫൈബ്രോയിഡും ഉണ്ട്. എപ്പോഴും തുമ്മലും ചീറ്റലും, ഏത് സമയം അവർക്ക് അത് മറയണമെന്നേ ഇതുള്ളൂ. നമ്മുടെ ഈ മരുന്ന് അല്ലെ ഫൈബ്രോയിഡിന്റെ മരുന്ന് കൊടുക്കാൻ വേണ്ടി എല്ലാം കൂടെ ഞാനെപ്പോഴും ഈ അകത്തുള്ളതിന് പോയിട്ട് ഇങ്ങനെയുള്ള എക്സ്റ്റേണൽ തുമ്മലും ചീറ്റലും ഒക്കെ പോകണമെന്നുള്ളത്. അപ്പൊ അത് ഇച്ചിരി കൂടിയാലും നിങ്ങൾ പ്രശ്നമാക്കരുതെന്ന് പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് പറയുകയാണെങ്കിൽ ഞാൻ പറയും, എന്നാ നിങ്ങൾ വേറെ എവിടെയെങ്കിലും കാണിക്കും, ഇത് നമുക്ക് പുറകിനെ അത് മാറി വരുള്ളൂ എന്ന് പറഞ്ഞ് അവര് പറഞ്ഞിട്ട് തന്നെ ഇപ്പൊ ഫൈബ്രോയിഡുകാരും 4 പേര് വരും. അവർക്കൊക്കെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. മെഡിസിനൊക്കെ ബുക്ക് അവർക്ക് ഫ്രാക്സിനസ് ടിഞ്ചറായിരുന്നു കൊടുക്കുന്നത്. പിന്നെ ഇതിന് തയോസിയാമിന് ഇടയ്ക്ക് കൊടുക്കും, കൽക്കേരിയ ഫ്ലോർ കൊടുക്കും. അങ്ങനെ നല്ലതായിട്ടൊക്കെ അവരുടെയൊക്കെ ഉള്ള കേസുകളൊക്കെ അവർക്ക് മാറ്റം ഉള്ള രീതിയിലാണ് പോകുന്നത്. ഇനി ഡോക്ടറോട് എന്തെങ്കിലും സംശയങ്ങളോ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലും കേസുകളെ കുറിച്ചോ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്താലേ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളോ എന്തെങ്കിലും സന്ധിവാതത്തിനെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇന്ന് ഡോക്ടർ എടുത്ത വിഷയം അതായിരുന്നല്ലോ. അരമണിക്കൂർ ഇനിയും ഏകദേശം ഉണ്ട്. ചന്ദ്രമതി ഡോക്ടറൊക്കെ ഉണ്ടല്ലോ. ചന്ദ്രമതി ഡോക്ടർക്ക് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടോ? അല്ലെങ്കിൽ എന്തെങ്കിലും സംശയങ്ങള് ശോഭ ഡോക്ടറോട് ചോദിക്കാനുണ്ടോ? ചന്ദ്രമതി ഡോക്ടർക്ക് എന്നോട് ചോദിക്കാനൊന്നും കാണത്തില്ല, എനിക്ക് അങ്ങോട്ട് ചോദിക്കാൻ. മനോജ് ഡോക്ടർക്ക് നാളത്തെ പ്രോഗ്രാമിനെ കുറിച്ച് എന്തെങ്കിലും പറയാനോ ക്ലാസ്സിനെ കുറിച്ച് എന്തെങ്കിലും പറയാനോ ഉണ്ടോ? നാളത്തെ പ്രോഗ്രാമിനെ കുറിച്ചോ അല്ലെങ്കിൽ നമുക്ക് പ്രോഗ്രാമുകൾ കുറെ വരുന്നുണ്ട്. ഒന്ന് നാളെ 1900 ദിവസത്തെ പരിപാടിയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം ശിശുദിന പരിപാടിയുണ്ട്. ഓരോന്നായിട്ട് വന്നു. അതുകൂടാതെ അടുത്ത ആഴ്ച ഇനി വേൾഡ് ഫിലോസഫി ഡേ ആണ്. ഫിലോസഫിയെ കുറിച്ചൊരു പരിപാടിയുണ്ട്. അതായത് തത്വചിന്ത ദൈനംദിന ജീവിതത്തിൽ അതില്ലാത്തയാണല്ലോ ഇപ്പോഴത്തെ നാട്ടിലെ പ്രശ്നമാണ്. അപ്പൊ അങ്ങനെ പല പല പ്രോഗ്രാമുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ശിശുദിനത്തിന്റെ പരിപാടി പ്രത്യേകം ഉദ്ഘാടനം ചെയ്യുന്ന കുട്ടികൾ തന്നെയാണ്. അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അവര് തന്നെ, കുട്ടികളുടെ ഒരു പ്രോഗ്രാമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വിവിധ പരിപാടികൾ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. പിന്നെ അതിനകത്തൊരു തൈറോയ്ഡ് ഡിസീസിനെ കുറിച്ചൊരു ടോക്ക് കൂടെ വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഹോമിയോപ്പതിയിൽ പീഡിയാട്രിക്സ് ഉണ്ടെന്നും അതിന്റെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെന്നും എന്തൊക്കെ വർക്കുകൾ നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ ആ ഒരു കാര്യം. അത് കൂടാതെ നമ്മുടെ കോളേജുകളിൽ എന്തൊക്കെ വർക്ക് നടക്കുന്നതിനെ കുറിച്ച് അറിയാനുണ്ട്. അങ്ങനെ സംഭവമുണ്ട്. ഇത് കൂടാതെ ഡോക്ടർ ബിന്ദു ജോൺ ഇപ്പൊ അമേരിക്കയിൽ കോൺഫറൻസിന് പോയിരുന്നു. അപ്പൊ ആ കോൺഫറൻസിന്റെ വിശേഷങ്ങൾ പങ്കുവെച്ചിട്ട് പ്രോഗ്രാം താമസിച്ചേ വരുന്നുണ്ട്. ഇതൊക്കെ തന്നെ പ്രോഗ്രാമുകൾ. ഡോക്ടർ പറഞ്ഞ റുമാറ്റ് റെമഡീസ് ഹോമിയോപ്പതി ശരിക്കും നമ്മൾ യൂട്ടിലൈസ് ഇപ്പം DM വന്നു, റുമറ്റോളജിയിൽ DM വരുന്നുണ്ട്. അപ്പൊ അതും കൂടെ വെച്ച് കഴിയുമ്പോഴത്തേക്ക് ശരിക്കും നമുക്ക് സ്പെഷ്യലിസ്റ്റുകൾ ഉണ്ടാകും. പക്ഷെ നമുക്ക് വളരെ സാധ്യതയുള്ള ഒരു വിഷയമാണ് അത്. നമ്മൾ പറയാം അണ്ടർ യൂട്ടിലൈസ്ഡ് എന്ന് പറയേണ്ടി വരും. ഇത്രയധികം റൊമാറ്റിക് മെഡിസിൻസ്, ഒരുപാട് മെഡിസിൻ നമുക്കുണ്ട്. ഇപ്പൊ റുമറ്റോളജിയിൽ ഡോക്ടർ ജോയ് ഫിൽ മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ ഒരു ടോക്ക് ഞാൻ 3 തവണ കേട്ടു. പുള്ളി പറയുന്ന ഒരേ കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ലിമിറ്റഡ് നമ്പർ ഓഫ് മെഡിസിൻസേ ഉള്ളൂ. പക്ഷെ നമ്മളെ സംബന്ധിച്ചുള്ള ഒരുപാട് മെഡിസിൻസ് ഉണ്ട്. നമ്മൾ ഈ ഓരോ മെഡിസിൻ തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക എന്നുള്ളത് എളുപ്പമല്ല. തെർമൽ മൊഡാലിറ്റിയും പിന്നെ ഈ പറഞ്ഞ പോലെ മയാസവും അതുപോലെ മെയിൻറ്റെയിനിങ് കോസ് ഉണ്ടല്ലോ. പലപ്പോഴും നമ്മൾ ഈ വാദപ്രകൃതം എന്ന് പറയും. അപ്പൊ തണുപ്പടിച്ച് അസുഖം കൂടും. അപ്പൊ തീർച്ചയായിട്ടും എന്തോ അതേപോലെ നീരുണ്ടെങ്കിൽ നമ്മള് ആ നീര് മാറുന്ന മരുന്നായിരിക്കണം ആദ്യം കൊടുക്കുന്നത്. അല്ലാതെ എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ ഒന്നും ചെയ്യാതിരിക്കുന്നത് നല്ലത് ആദ്യത്തെ രീതി. തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് കെന്റിന്റെ മെറ്റീരിയൽ അവരോട്ടാണ് പറഞ്ഞിട്ടുണ്ട്. ഒരു ലിനിമെന്റ് അപ്ലൈ ചെയ്ത കാര്യം, ബാക്കിയുള്ള കോംപ്ലിക്കേഷനെ കുറിച്ച്. അപ്പൊ ശരിക്കും പ്യുവർ നാച്ചുറൽ ഡിസീസുകളിൽ ഇപ്പൊ ആയുർവേദത്തിലെ ചെയ്യാം. കാരണം വെച്ചാൽ അവര് ഈ വിയർപ്പിക്കാനും വയറിളക്കാനും മരുന്ന് കൊടുത്തിട്ടാണ് എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ ചെയ്യുന്നത്.
നമ്മൾ അത്തരം ഉം. കേസുകൾ ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ല. ജനത്തിനും അത് ഇഷ്ടമാണെങ്കിലും പൊതുവെ കഴിയുന്നിടത്തോളം വെസ്റ്റേൺ ആപ്ലിക്കേഷൻ പാടില്ലാത്തതാണ് നമുക്ക്, എന്നാലേ നമുക്ക് അതിൽ നിന്ന് ഒരു റിസൾട്ട് കിട്ടുള്ളൂ. തീർച്ചയായിട്ടും. പക്ഷെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ജനത്തെ സംബന്ധിച്ചുള്ള അതില്ല ഉറക്കം വരില്ല. കാരണം ആ. എന്താണ്, അവര് ശീലിച്ചതാണ്. ആയുർവേദത്തിൽ പോയി തൈലോട്ട് തടവൊരു ശീലമുള്ളപ്പോൾ നമുക്ക് അത്ര എളുപ്പമല്ലത്. പക്ഷെ എന്നിരുന്നാൽ പോലും വളരെ നല്ല മെഡിസിനിലേക്ക് എത്താൻ കഴിഞ്ഞാൽ വളരെ ഗുണമായിരിക്കും. പക്ഷെ അത്രത്തോളം വായന ആവശ്യമാണ്. പിന്നെ പഴയ കാലത്തെ പോലെ ആൾക്കാർ തെറാപ്പിറ്റീസ് വാങ്ങിച്ച് എത്ര പേരുണ്ടെന്ന് വെച്ചാൽ കുറവാണ്. പണ്ടൊക്കെ ഒരുപാട് തെറാപ്പിറ്റീസ് കണ്ടവാനുണ്ടായിരുന്നു. പുസ്തക കച്ചവടവും ഇല്ല, ബുക്ക് സ്റ്റോളും ഇല്ല, പുസ്തകവും ഇല്ല. എല്ലാം റെപ്പർട്ടൈസുകൾ മാത്രമേ ഉള്ളൂ. എന്നിരുന്നാലും നല്ല ചാൻസ് ഉണ്ട്. ഒരുപാട് പേര് പഠിക്കേണ്ട വിഷയം തന്നെയാണ്. കോട്ടയത്ത് ഡോക്ടർ ശ്രീകുമാർ നമ്മുടെ IFH വന്നിട്ടുണ്ട്. ഈ റൊമറ്റോളജിയെ കുറിച്ച് ഒരുപാട് പഠിച്ചിട്ടുണ്ട്. നല്ല നല്ല മിടുക്കനായ ഡോക്ടറാണ്. പുള്ളി അതിനൊക്കെ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ഡോക്ടർ MB ശ്രീകുമാർ. എന്തായാലും നമ്മളുടെ IFBHന്റെ ഈ പരിപാടികൾ ഇങ്ങനെ സുഗമമായിട്ട് നടക്കണമെങ്കിൽ നമുക്ക് ഫണ്ട് കൂടെ ആവശ്യമുണ്ട്. അപ്പോൾ ഫണ്ടിൽ വലിയ ഷോർട്ടേജ് നിൽക്കുകയാണെന്ന് പറഞ്ഞ് ട്രഷറർ വളരെ സങ്കടത്തോടു കൂടിയാണ് ഇന്ന് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നിങ്ങളെ കൊണ്ട് ചെയ്യാവുന്ന ഒരു തുക എല്ലാ മാസവും അടയ്ക്കുകയാണെങ്കിൽ നമുക്കത് സുഗമമായിട്ട് നടത്തിക്കൊണ്ടുപോകാൻ പറ്റും. കാരണം ഇത് ഇപ്പം ഞാനോ മനോജ് ഡോക്ടറോ അല്ലെ ഹിബർട്ട് ഡോക്ടറോ ഷൈല ഡോക്ടറോ നമ്മളാരും ഇതൊന്നും വാങ്ങിയിട്ടല്ല ചെയ്യുന്നത്. എല്ലാവരും സേവനം പോലുള്ള രീതിയിൽ തന്നെ നമുക്ക് ഹോമിയോപ്പതി തരുന്നു, അതിൻ്റെ ഒരു നല്ല ഭാഗം നമ്മൾ ഹോമിയോപ്പതിക്ക് കൊടുക്കുന്നു. ആ രീതിയിൽ, കാരണം അറിവുകൾ പങ്കുവെക്കുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. അപ്പോൾ അത് ചില ആൾക്കാരുടെ അറിവുകൾ ചെറുതായിരിക്കാം. എത്ര ചെറുതാണെങ്കിലും അതൊരു അറിവ് തന്നെയാണ്. ആ അറിവ് മറ്റുള്ളവർക്ക് പല സമയത്ത് പ്രയോജനപ്പെടും. അപ്പോൾ ഇന്ന്, കാരണം ഞാനിത് കുറേ നാളുകൾ കൂടി പലരെ ഇങ്ങനെ വിളിക്കുകയും, അപ്പോൾ ഒരു ഡോക്ടർ ഈയിടെ വിളിച്ചപ്പോൾ ആ ഡോക്ടർ പറഞ്ഞ്, ഡോക്ടറെ ഞാൻ ആദ്യമായിട്ടാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ഇത്രയും ഗംഭീരമായ ഒരു പ്രോഗ്രാമാണെന്ന് ഇത്രയും നാളായിട്ട് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. അപ്പം തീർച്ചയായും ഇത് എല്ലാ ദിവസവും ഞാൻ കാണാൻ ശ്രമിക്കുന്നുണ്ട്. പരമാവധി വീഡിയോസ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കണ്ട് എന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് മനസ്സിലായിട്ട് ഞാനൊരു ദിവസം ഒരു ക്ലാസ് എടുക്കാം എന്ന് ഒരു ഡോക്ടർ എന്നോട് പറയുകയുണ്ടായി. അപ്പം ഇത് നമ്മളുടെ കാര്യങ്ങൾ ഇപ്പോഴും നമുക്ക് ചുറ്റുമുള്ള ഭൂരിഭാഗം പേരും അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. അപ്പൊ ഇതിൽ കേൾക്കുന്ന ആൾക്കാരല്ലേ, കാണികളായിട്ട് വരുന്നവരല്ലേ, അവതരിപ്പിക്കുന്ന ആൾക്കാർ ഇതിലെ ഈ പ്രോഗ്രാംസ് മിനിമം ഒരു വീഡിയോ എങ്കിലും എല്ലാവർക്കും ഷെയർ ചെയ്യുകയും ആ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാൻ, അതിന് 1 രൂപ പോലും നമ്മൾ ആരുടെ നിന്നും മേടിക്കുന്നില്ല. മറ്റു പല സംഘടനകളൊക്കെ എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം നടത്തിയിട്ട് ആ വീഡിയോസ് കാണണമെങ്കിൽ അതിന് പേയ്മെന്റ് കൊടുക്കണം. ആ പേയ്മെന്റ് കൊടുക്കുന്നവർക്ക് മാത്രമാണ് അത് അയച്ചു കൊടുക്കുന്നത്. പക്ഷെ നമ്മുടെ ലക്ഷ്യം കാശുണ്ടാക്കുക എന്നുള്ളതല്ല, നേരെ മറിച്ച് ഹോമിയോപ്പതി പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഹോമിയോപ്പതി പ്രചരിപ്പിക്കണമെങ്കിൽ അതിന് നമുക്ക് ആരിൽ നിന്നും അങ്ങനെയുള്ളൊരു തുക മേടിക്കാൻ പറ്റില്ല. മന്ത്ലി സബ്സ്ക്രിപ്ഷൻ എന്നുള്ള രീതിയിലൊന്നും ആ രീതിക്ക് മേടിക്കാൻ പറ്റില്ല. പക്ഷേ നമുക്ക് ഇതിൻ്റെ നടത്തിപ്പിന് വേണ്ടി നമ്മൾ ഹോമിയോപ്പതി ഡോക്ടർമാർക്ക് ഒരു കോൺട്രിബ്യൂഷൻ ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് IFBHന് മെമ്പർഷിപ്പ് എന്ന് പറയുന്ന ഒരു പരിപാടി ഇതുവരെ നമ്മൾ ചെയ്തിട്ടില്ല. ആർക്ക് വേണേലും വരാം, ആർക്ക് വേണേലും പോകാം, ആർക്ക് വേണേലും എത്ര രൂപ വേണേലും ഡൊണേറ്റ് ചെയ്യാം. അതായത് ഒരു ഡോക്ടറെ ഞാനിങ്ങനെ വിളിച്ച് കഴിഞ്ഞപ്പോഴേ ഡോക്ടർ എന്നോട് പറഞ്ഞ്, ഡോക്ടറെ ഒരു IFBHന്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് അയച്ചു തരാൻ പറഞ്ഞു. അപ്പം ഞാൻ ഓർത്ത് സ്കാൻ മതിയോ? അപ്പോൾ ഞാൻ 2000 രൂപ വരെയൊക്കെ ആണെങ്കിലാണ് സ്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ പലവട്ടം ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അതല്ല, ഒരു ഡീറ്റെയിൽസ് മൊത്തത്തിൽ നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് എല്ലാം അയച്ചു തരാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് ഒരു ദിവസം പെട്ടെന്ന് എനിക്കൊരു മെസ്സേജ് വരുന്നത്, ഡോക്ടറെ 1 lakh ഞാൻ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ളൂ. ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ഞാനൊരു 10,000 കൂടുതൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ഡോക്ടറാണ് 1 lakh IFBH. ആ ഒരു 1 lakh കൊണ്ടാണ് നമ്മൾ കുറച്ച് നാൾ പിടിച്ചു നിന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഹോമിയോപ്പതി ഡോക്ടർമാരും നമുക്ക് ചുറ്റുമുണ്ട്. അതുകൊണ്ട് അണ്ണാറക്കണ്ണനും തന്നാലായത് എന്ന രീതിയിൽ നമുക്ക് തരാൻ പറ്റുന്നത് എല്ലാവരും തരണം. അത് IFBHന്റെ സുഗമമായ നടത്തിപ്പിന് വേണ്ടിയാണ്. നമ്മളിപ്പം ഒരു സെമിനാർ നമ്മൾ നടത്തി, അതായത് നമ്മുടെ ഒരു വാർഷികമാണ്, 5ാം വാർഷികം. അത് 3000 രൂപ വെച്ചപ്പോൾ എല്ലാവരും ചോദിച്ചു, ഈ 3000 രൂപയ്ക്ക് ആര് വരാനാണ്? ഇത് ഇത്രയും വലിയ സ്ഥലത്ത് വെച്ച് നടത്തേണ്ട കാര്യമുണ്ട്. പക്ഷേ IFBHന്റെ ഒരു ഇന്റർനാഷണൽ ലെവല് എന്നുള്ള ഒരു സംഘടന എന്നുള്ള രീതിയിൽ നമുക്ക് ആ രീതിയിൽ നടത്തേണ്ടി വന്നു. പക്ഷേ നമുക്ക് വലിയ കടങ്ങളും ബാധ്യതകളും ഇല്ലാതെ
കടങ്ങളൊന്നും തന്നെ ഇല്ല എന്ന് പറയാം കറക്റ്റായിട്ട്. എന്നാൽ നമുക്ക് പരസ്യങ്ങളോ അല്ലെ ആ രീതിയിലൊന്നും കൂടുതൽ സാമ്പത്തിക നേട്ടങ്ങൾ നമുക്ക് കിട്ടിയില്ല. പക്ഷെ നമ്മളുടെ ഈ ഡോക്ടർമാരുടെ സഹകരണം കൊണ്ടും അല്ലെ ഹോമിയോപ്പതി സ്നേഹികളുടെ സഹകരണം കൊണ്ടും നമുക്കത് സുഗമമായി വിജയിപ്പിക്കാൻ പറ്റി. എന്ന് മാത്രമല്ല, നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ലെവലിലോട്ട് IFBHന്റെ ആ ഒരു വാർഷികത്തെ നമുക്ക് ചെന്നെത്തിക്കാനും പറ്റി. അപ്പൊ അതായത് ഇതുവരെ IFBHനെ അറിയാതിരുന്ന പൊതുജന സമൂഹത്തിലുള്ള ആൾക്കാരും അതുപോലെ തന്നെ ഹോമിയോപ്പതി ഡോക്ടർമാരും IFBH എന്തൊക്കെയാണ് നടക്കുന്നതെന്നും ഒക്കെ മനസ്സിലാക്കി. അതുപോലെ തന്നെ എനിക്കൊരു ഡോക്ടർ, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡോക്ടറാണ് അദ്ദേഹം, എനിക്കൊരു കമന്റ് തന്നത്, IFBHന്റെ ലോകത്തിലുള്ള എത്ര ഡോക്ടർമാർ പങ്കെടുക്കുന്നു എന്നതിലുപരി ആ സ്റ്റേജിലോട്ട് നോക്കുമ്പോൾ തന്നെ, ആ ഉദ്ഘാടന വേദിയിൽ നോക്കുമ്പോൾ തന്നെ IFBH എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലാവും. അന്താരാഷ്ട്ര വിഭാഗത്തിലുള്ള ഡോക്ടർമാരും ഇന്ത്യയിൽ വിവിധ ഭാഗങ്ങളിലുള്ള ഡോക്ടർമാരുമായിരുന്നു സ്റ്റേജിൽ. നമ്മൾ കേരളത്തിലുള്ളവരല്ലായിരുന്നു. അപ്പം അത്രയ്ക്ക് മനോഹരമായ ഒരു പരസ്യം തന്നെയാണ്. ലോകത്തെല്ലായിടത്തും ഹോമിയോപ്പതി നിരോധിക്കുന്നു എന്ന് പറഞ്ഞെടുത്ത് ലോകത്തിലെ വിവിധ ഭാഗത്തുള്ള ഡോക്ടർമാർ ഒരു സ്റ്റേജിൽ വരുന്നിരിക്കുക എന്ന് പറയുമ്പോൾ അത് തന്നെയാണ് അതിൻ്റെ ഉത്തരം. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റി. അപ്പൊ തീർച്ചയായും ഇനിയുള്ള കാലങ്ങളിൽ ഇതിലും വിപുലമാക്കിക്കൊണ്ട് നമുക്കിനി ഇപ്പം ഒരു സെഷൻ ഇതുപോലെ ഒരു വാർഷിക സമ്മേളനം ബാംഗ്ലൂരോ ഡൽഹിയിലോ ബോംബെയിലൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. പറ്റുമെങ്കിൽ ദുബൈയിലും ഒരെണ്ണം പ്ലാൻ ചെയ്യണമെന്നൊക്കെ ഉണ്ട്. അപ്പൊ ഇതിലും സഹകരിക്കാൻ പറ്റുന്ന ആൾക്കാർക്കൊക്കെ പങ്കെടുക്കാമല്ലോ. നമുക്കൊരു ഹോമിയോപ്പതി ഡോക്ടർമാരുടെ ഒരു ടൂർ പോലെയൊക്കെ ബാംഗ്ലൂർ ആണെങ്കിലും ബോംബെ ആണെങ്കിലും ഡൽഹി ആണെങ്കിലും ഒന്ന് പോകാനും ഒന്നിച്ചിരിക്കാനും ഈ സെമിനാർ നമ്മുടെ ഹോമിയോപ്പതിയിലെ വിവിധ മേഖലയിലുള്ള ആൾക്കാരെ കാണാനുള്ള ഒരു അവസരമായിട്ട് അത് ഉപയോഗിക്കാനും പറ്റും. അപ്പൊ ഇതൊക്കെ നമ്മുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളുമാണ്. ഇതെല്ലാം സ്വപ്നങ്ങളൊക്കെയും പങ്കുവെക്കാം, ദുഃഖഭാരങ്ങളും പങ്കുവെക്കാം. അത് തന്നെ IFBH. പക്ഷെ ഈ പറഞ്ഞ പോലെ ഇപ്പൊ ദുബായിൽ കോൺഫറൻസ് നടക്കുന്നുണ്ട്. ധനേഷ് ഡോക്ടർ പറഞ്ഞ പോലെ ഫെബ്രുവരി ലാസ്റ്റ് ആണ്. അപ്പൊ അതിനകത്ത് 1000-ഓളം എൻട്രീസ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഹോമിയോപ്പതി ആയുർവേദം ഉൾപ്പെടെയാണ് വളർച്ചയെ സൂചിപ്പിക്കുകയാണ്. നമ്മുടെ ഡോക്ടർമാർ പലരും സെലക്ട് ആയിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മളെ സംബന്ധിച്ചുള്ള അങ്ങനെ ഒരു പ്രസന്റേഷൻ അത്ര എളുപ്പമല്ല. എന്നിട്ട് പോലും ഇത്രത്തോളം ഇത് കിട്ടിയിട്ടുണ്ട് അതിനകത്ത്. അപ്പൊ അവര് ആ രീതിയിൽ അതിന്റെ കോൺഫറൻസ് നടക്കുന്നുണ്ട്. ദുബായില്, അമേരിക്കയിൽ നടക്കുന്നുണ്ട്, പലയിടത്തും നടക്കുന്നുണ്ട്. നമുക്കിനി വേണ്ട ഒരു ഒരു ഇഗ്നൈറ്റഡ് മൈൻഡ്സ് ഉണ്ടാകണം, ഓരോ കൂടുതൽ പഠിക്കുക എന്നുള്ളത്. ഈ ഡോക്ടർ പറഞ്ഞ വിഷയത്തെ കുറിച്ച് തന്നെ പ്രതികരിക്കാൻ നമ്മുടെ ആൾക്കാർ ഉണ്ടാകേണ്ടതാണ്. ചന്ദ്രബാബു ഡോക്ടറെ പോലെ എക്സ്പേർട്സ് ഇതിനകത്തുണ്ട്. അവരെ വിളിച്ചു നോക്കാം. അതെ, തീർച്ചയായും. അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവരോടും ഒരു അഭ്യർത്ഥനയാണ്, നിങ്ങളുടെ ഒരു സംഭാവന കഴിയുന്നത് വേഗത്തിൽ തന്നെ IFBHന്റെ അക്കൗണ്ടിലോട്ട് അയക്കണം. പിന്നെ ഇന്ന് ശോഭന ഡോക്ടർ വളരെ പെട്ടെന്നാണ് എന്നെ വിളിച്ച് പറഞ്ഞത്, ഇങ്ങനെ ചന്ദ്രമതി ഡോക്ടർ എനിക്കൊരു മെസ്സേജ് ഇട്ടിരുന്നു, ഡോക്ടർ ഒരു ക്ലാസ് എടുക്കാൻ തയ്യാറാണ്. അങ്ങനെയാണ് ഞാൻ വിളിക്കുന്നത്. അപ്പം ഡോക്ടർ മുന്നോട്ട് വന്ന ഡോക്ടർക്ക് അഭിനന്ദനങ്ങൾ പ്രത്യേകിച്ച്. അതെ, അതുകൊണ്ട് ഈ ഒരു വിഷയം വളരെ ഞാൻ ഡോക്ടർ അനിൽകുമാർ പറയൂ. അതായത് നമ്മളിപ്പം നരേഷ് ഡോക്ടർ ഏകദേശം കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമ്മൾ മാസം ഒരു 500 രൂപ വെച്ചിട്ട്, ഞങ്ങളൊക്കെ വർഷം തോറും 6000 രൂപ കൊടുക്കുന്നവരാണ്. പിന്നെ അഡീഷണൽ ആയിട്ട് ഒത്തിരി എക്സ്പെൻസ് ചെയ്യുന്നവരാണ്. ഇപ്പൊ എല്ലാരും കൂടെ സഹകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് സാമ്പത്തിക ഒരു പ്രശ്നമേ അല്ല. അപ്പൊ നമ്മള് യൂട്യൂബിൽ ഒരു പെയ്ഡ് പ്രചാരണം കൂടെ നടത്തി കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ട് അങ്ങ് വലുതാവും. അപ്പൊ അതിനും ഫണ്ടിന് ആവശ്യമുണ്ട്. ഇപ്പൊ എല്ലാരും കൂടെ സഹകരിച്ചാൽ എല്ലാ പേയ്മെന്റും ത്രൂ അക്കൗണ്ട്, IFBHന്റെ അക്കൗണ്ട് വഴി മാത്രം. അത് പല പ്രാവശ്യം ഷെയർ ചെയ്തിരുന്നു, വീണ്ടും ഷെയർ ചെയ്യും. അതുവഴി മാത്രം. വേറെ ആര് ചോദിച്ചാലും പൈസ ഒന്നും കൊടുക്കരുത്. എല്ലാം ത്രൂ അക്കൗണ്ട് മാത്രം. എല്ലാം ഓഡിറ്റഡ് ആണ്. അല്ലാതുള്ള ഒരു ഇടപാടും നമ്മുടെ IFBH സംഘടനയ്ക്ക് ഇല്ല. അപ്പൊ അത് എല്ലാവരും ശ്രദ്ധിക്കുക. ത്രൂ അക്കൗണ്ട് ഉള്ളി. താങ്ക് യു. ഓക്കെ. അപ്പൊ ട്രഷറർ വളരെ വിഷമത്തിലാണെന്നാണ് ധനേഷ് ഡോക്ടർ. ഞാൻ വിഷമത്തിലാണ്. പക്ഷെ ഞാൻ വിഷമം വരുമ്പോ കയ്യിൽ നിന്ന് പൈസ ഇട്ട ആളാണ്, അറിയാലോ എല്ലാവർക്കും. ഇനിയിപ്പോ പ്രശ്നം വന്നാലും നമ്മള് എല്ലാവരും ഇടപെട്ട് ചെയ്തല്ലേ പറ്റുള്ളൂ. കാരണം നമ്മള് വലിയൊരു സംഭവം ഒരു സോഷ്യൽ കോസിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നതല്ലേ. അത് ഹോമിയോപ്പതി ലോകത്തെത്തിക്കുക, അത്രയാണ്. അപ്പൊ നമ്മൾ ചെയ്യുന്ന, നമ്മൾ ഓരോരുത്തരും കഴിക്കുന്ന ആഹാരം ഹോമിയോപ്പതി നിന്ന് വരുന്നതാണ്. അപ്പൊ അതിന്റെ ഒരു ചെറിയ ഭാഗം, ഒരു 1% നമ്മളെല്ലാരും കളയും. 1%. ഒരു ഉരുള മതി. ആ ഒരു ഉരുള വലിയ ഉരുളയായിട്ട് മാറും.
തീർച്ചയായിട്ടും. അപ്പൊ ഇന്ന് പോലെ എല്ലാവരും ഓരോ ഉരുള മാറ്റി വെക്കുമെന്ന് പ്രതീക്ഷിക്കുക. താങ്ക് യു. ചന്ദ്രമതി ഡോക്ടർ ആ, വിളിക്കും. ചന്ദ്രമതി ഓക്കെ. ഡോക്ടർ ഉണ്ടേ. ചന്ദ്രമതി ഡോക്ടറാണ് ശോഭന ഡോക്ടറെ സെലക്ട് ചെയ്ത് വിളിക്കാൻ കാരണഭൂതയായത്. അപ്പൊ ചന്ദ്രമതി ഡോക്ടർക്ക് എന്താണ് പറയാനുള്ളത്? ശോഭന ഡോക്ടറെ ക്ലാസ്സിനെ കുറിച്ചും സന്ധിവാദത്തിനെ കുറിച്ചും ഒക്കെ എന്തെങ്കിലും കൂട്ടിച്ചേർക്കലുകളാകാം. പറയൂ ചന്ദ്രമതി ഡോക്ടറെ. എല്ലാവർക്കും നമസ്കാരം. ശോഭ ഡോക്ടർ എൻ്റെ നല്ലൊരു സുഹൃത്താണ്. ഡോക്ടർ നന്നായിട്ട് ഈ വിഷയം കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാണ്. പക്ഷെ വളരെ കുറച്ച് കേസുകളെ ഡോക്ടർ പ്രസന്റ് ചെയ്തുള്ളൂ. ഡോക്ടറെ ഹസ്ബൻഡ് ആയുർവേദ ഡോക്ടർ ആയതുകൊണ്ട് രണ്ടാളും കൂടി ചേർന്ന് വളരെ നന്നായിട്ടാണ് അവരുടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഞാൻ ഡോക്ടറോട് ക്ലാസ് എടുക്കാനായിട്ട് പറഞ്ഞത്. ഡോക്ടർ പറയുന്ന രീതിയിലൊക്കെ തന്നെയാണ് ഞാനും പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പൊ ഈ റൂമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഒക്കെ വന്നിട്ട് ഡിഫോമിറ്റി ഒക്കെ വരുന്ന കേസുകളിൽ നമുക്ക് അനാൽജസിക്ക് ഒന്നും വേണ്ട. പല പേഷ്യൻസും നമ്മുടെ അടുത്ത് വളരെ അങ്ങ് അറ്റം പറ്റുമ്പോഴായിരിക്കും വരുന്നത്. കാരണം അവർക്ക് സ്റ്റീറോയിഡ്സും ഈ അനാൽജസിക്ക് ഒന്നും കഴിക്കാൻ പറ്റത്തില്ല. വയറും ആകെ ഡിസ്കംഫോർട്ടൊക്കെ ആയിട്ട് വരും. അപ്പോഴെല്ലാം നമ്മൾ ആ സിംറ്റംസ് മാത്രം നോക്കി, അവിടെ നമുക്ക് അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. സിംറ്റംസ് മാത്രം നോക്കി മെഡിസിൻ കൊടുക്കുമ്പോഴത്തേക്ക് വളരെ പെട്ടെന്നാണ് ആ റിസൾട്ട് കിട്ടുന്നത്. നമുക്ക് തന്നെ അതിശയം തോന്നും പല കേസുകളും. ചില പേഷ്യന്റ് വന്നിട്ട് കാല് എനിക്ക് നടക്കാൻ വയ്യ ഡോക്ടറെ, ഈ എന്തെങ്കിലും സാധനം പറിച്ച് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് വയ്ക്കും പോലെ ആയിരിക്കും കാല് വെക്കണമെന്നൊക്കെ പറയുന്ന കേസിൽ എനിക്ക് മൈഗ്രെയിൻ കൊണ്ട് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഓരോ കേസും ആ ഒരു പർട്ടിക്കുലർ, അതുപോലെ കൈയൊക്കെ ഇങ്ങനെ ഡീവിയേറ്റ് ചെയ്ത് വരുന്ന കേസിൽ നാട്രം ഫ്ലോർ നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ അലൂമിനിയം സിലിക്കേറ്റ്, അതായത് പെയിൻ വരുമ്പോഴത്തേക്ക് എപ്പോ വേദന വന്നോ ആ സമയത്ത് കോൾഡ്നെസ് വരും. ഡോക്ടർ ഒരു മിനിറ്റ്. ഡോക്ടറെ നേത്രം ഫ്ലോർ വൺ ഓഫ് ദ ഫ്ലോർ. ബെസ്റ്റ് റെമഡി. ഓക്കെ ഓക്കെ. FLOR നാട്രം ഫ്ലോർ. എന്നിട്ട് അത് കാരണം ഈ കോച്ചി പിടിച്ച് ഇങ്ങനെ വരുന്ന കേസിൽ നമുക്ക് ഇൻഡിക്കേറ്റർ റെമഡിയോടൊപ്പം 3x 6x അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ലോങ് ടൈം കൊടുക്കുകയാണെങ്കിൽ ആ ഡീവിയേഷന് കുറെ വ്യത്യാസം വരും. അതോടൊപ്പം തന്നെ അവരുടെ പെയിനിനെല്ലാം നല്ല മാറ്റം വരും. അപ്പൊ ഇങ്ങനെയുള്ള കേസിൽ കൂടുതലും നമുക്ക് ഇതുപോലെ ഈ നല്ല വേദന വരുന്ന സമയത്ത് കോൾഡ്നെസ്, പെയിൻ വരുമ്പോഴത്തേക്ക് കോൾഡ്നെസ് വരും. അത് ബോറിക്കിൽ ആ അലൂമിനിയം സിലിക്കേറ്റയുടെ സിംറ്റത്തിൽ ആദ്യം കൊടുത്തിരിക്കുന്ന ഒരു പെയിൻ വരുന്നത് അങ്ങനെയാണെന്ന് തന്നെ ഒരു സെന്റൻസ് കിടപ്പുണ്ട്. അപ്പൊ അങ്ങനെ കൊടുക്കാറുണ്ട്. അങ്ങനെയൊക്കെ നമുക്ക് ഓരോ കേസിലും നമുക്ക് ആ പേഷ്യന്റിന്റെ അപ്പോഴത്തെ ആ ഒരു അവസ്ഥ എന്തുവാണോ അതനുസരിച്ച്. ഇപ്പൊ കാലിബ്രോമൈഡ് ആണെങ്കിൽ കൈ ഇങ്ങനെ ഷെയ്ക്ക് ചെയ്തുകൊണ്ടേയിരിക്കും, ഫിഡ്ജറ്റി ആയിരിക്കും. സിംഗമെറ്റ് ആണെങ്കിൽ നമുക്ക് വന്നിരിക്കുമ്പോഴേ അറിയാൻ പറ്റുമല്ലോ, അത് ഫിഡ്ജറ്റി ഫ്രൂട്ടായിരിക്കും. അങ്ങനെ നമുക്ക് ആ ഓരോ പേഷ്യന്റ് ഓരോ സമയത്തും പറയുന്ന സിംറ്റം അനുസരിച്ചാണ് ഞാൻ മെഡിസിൻസ് കൊടുക്കാറുള്ളത്. ഇപ്പൊ ലെഫ്റ്റ് ആമിലേക്ക് പെയിൻ വരുവാണെങ്കിൽ നമുക്ക് പാരീസ് ക്വാഡ്രിഫോളിയ വൺ ഓഫ് ദ ബെസ്റ്റ് റെമഡിയാണ്. അവിടെ തന്നെ നമുക്ക് എക്സ്റേ കൊടുക്കാം, കൊടിനം കൊടുക്കാം. അപ്പൊ ഈ ആ റൈറ്റിൽ ഏതൊക്കെ ആക്ട് ചെയ്യുന്നുണ്ട്, അത് സ്പിയർ ഓഫ് ആക്ഷൻ, അത് എവിടെയെല്ലാം ആണ് അതിന്റെ അഫിനിറ്റി, സൈഡ് അഫിനിറ്റി നോക്കിയിട്ട് നമുക്ക് കൊടുക്കാം. ഇപ്പൊ റൈറ്റ് ആമിലാണെങ്കിൽ ഷോൾഡർ പെയിൻ വരികയാണെങ്കിൽ നമുക്കറിയാം മാറ്റാർബ്, സ്ട്രോൺഷ്യൻ കാർബ്, പിന്നെ ലിത്തിയം കാർബ്, സ്റ്റിക്ട, ഈ 4 മെഡിസിൻസിൽ നിന്ന് തന്നെ ഞാൻ മിക്കവാറും അതിൽ നിന്നൊക്കെ തന്നെ നമുക്ക് മെഡിസിൻസ് സെലക്ട് ചെയ്ത് കൊടുക്കാൻ എനിക്ക് പറ്റുന്നുണ്ട്. ഇനി പല നന്നായിട്ട് ആ ഒരു റൊമാറ്റിസം കേസ് നമുക്ക് എന്താ പറയുക, അവിടെ സിംഗിൾ റെമഡി മയാസ്മാറ്റിക് ഒന്നും നോക്കിയിട്ട് ചെയ്യാനായിട്ട് എനിക്ക് അറിയില്ല. പക്ഷെ ആ എക്സാക്ട് സിംറ്റം എന്താണോ പേഷ്യന്റ് പറയുന്നത് അതനുസരിച്ച് നമുക്ക് വളരെ ഏറ്റവും ഹോപ്പുള്ള ഒരു നല്ല സ്കോപ്പുള്ള ഒരു ഫീൽഡാണ് ഹോമിയോപ്പതിയിലെ റൊമാറ്റിസം മാനേജ്മെന്റ് എന്ന് പറയാം. മറ്റേ ആയുർവേദം ഞാൻ കുറ്റം പറയത്തില്ല, കാരണം എൻ്റെ അച്ഛൻ ആയുർവേദ ഫിസിഷ്യൻ ആയിരുന്നു. അപ്പൊ അന്ന് എന്ന് പറഞ്ഞാല് ഈ ചികിത്സയ്ക്ക് മെഡിസിന് ഭയങ്കര ചെലവായിരുന്നല്ലോ. അതുകൊണ്ടാണ് അദ്ദേഹം ഹോമിയോപ്പതി പഠിച്ചിട്ട് പല സന്ധിവാദമൊക്കെ വന്നിട്ടുള്ള തളർന്നു കിടക്കുന്ന പേഷ്യൻസിനെയൊക്കെ ഹോമിയോപ്പതി കൊണ്ടാണ് ക്യൂർ ചെയ്തിട്ടുള്ളത്. അപ്പോഴാണ് എന്നോട് പറയും പല മെറ്റീരിയൽ പഠിക്കണം, ഒരു മെറ്റീരിയൽ പഠിച്ചിട്ട് കാര്യമില്ല എന്ന് പറയും. അങ്ങനെ നമ്മൾ ഒരു 5 എണ്ണമെങ്കിലും വായിക്കുമ്പോഴാണ്, ഒരു മെഡിസിൻ എടുത്ത് വായിക്കുമ്പോഴാണ് ഓരോന്നിനും വ്യത്യസ്തമായ സിംറ്റംസ് കിട്ടുന്നുണ്ട്.
അതിലെനിക്ക് അംബ്രാഗ്രേഷ്യക്ക് ഒരിക്കൽ ഞാൻ ആദ്യം ഈ ഫ്ലോർ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒരു കുട്ടിയുടെ റൈറ്റ് ആം കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, നല്ല സിവിയർ പെയിനാണ്. അപ്പൊ ഹിസ്റ്ററി എടുത്തപ്പോഴത്തേക്കും ഈ എയിൽമെന്റ്സ് ഫ്രം ഡെത്ത് ഓഫ് റിപ്പീറ്റഡ് പേഴ്സൺ ഇൻ വൺ ഫാമിലി, ആ വീട്ടിൽ തന്നെ അതിന്റെ പേരൻസ് മരിച്ചു, അത് അങ്കിളിന്റെ വീട്ടിൽ നിന്നാണ് വളർന്നത്. അപ്പൊ ഡെലിവറി കഴിഞ്ഞിട്ട് റൈറ്റ് ആമിന് നേരത്തെ പെയിൻ ഉണ്ടായിരുന്നു, പക്ഷെ ഡെലിവറി കഴിഞ്ഞിട്ട് കുട്ടിയെ കൈകൊണ്ട് എടുക്കാൻ പറ്റിയില്ല. ഒരു ബാഗ് തോളിലിട്ടിട്ട് അതിലായിരുന്നു കുട്ടിയെ ഇട്ടുകൊണ്ട് എൻ്റെ അടുത്ത് വന്നത്. 7 മാസമായ കുട്ടിയെ കൊണ്ടാണ് വന്നത്. കുഞ്ഞിനെ ഒന്ന് കൈകൊണ്ട് എടുക്കണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പോഴേ ഞാൻ പതുക്കെ മെറ്റീരിയൽ മെഡിക്കയിലാണ് ആ പോയിന്റ് ഉള്ളത്, എലിമെന്റ്സ് ഫ്രം ഡെത്ത് ഓഫ് റിപ്പീറ്റഡ് പേഴ്സൺ ഇൻ വൺ ഫാമിലി. ബാക്കി ഉള്ള മെറ്റീരിയൽ മെഡിക്കയിലൊന്നും അംബ്രാഗ്രേഷ്യയെ കുറിച്ച് ധാരാളം എഴുതിയിട്ടുണ്ട്, പക്ഷെ ഈ ഒരു പോയിന്റ് ഇല്ല. ഇപ്പോഴും നമ്മൾ ഓരോ മെഡിസിൻ പഠിക്കുമ്പോഴും ഓരോ ഓതേഴ്സും അവർക്ക് കിട്ടിയ അനുഭവങ്ങളും കൂടി കോട്ട് ചെയ്തിട്ട് നമ്മൾ ഇതേ രീതിയിൽ വരുന്ന കേസൊക്കെ നന്നായിട്ട് ഡീൽ ചെയ്യാൻ പറ്റും. അവിടെ ഞാൻ അധികം മെഡിസിൻസ് ഒന്നും കൊടുത്തില്ല, ബാക്കി ഇത് 10 ആണ് കൊടുത്തത്, ബാക്കി മുഴുവനും ഫ്ലവർ മെഡിസിൻസ് ആണ് കൊടുത്തത്. പക്ഷെ ആ നെക്സ്റ്റ് മന്തിൽ തന്നെ കുട്ടിയെ എടുത്തോണ്ട് വരാനായിട്ട് ആ കൊച്ചിന് കഴിഞ്ഞു. ഞാൻ അതാ പറയുന്നത്, അതുപോലെ നമ്മൾ നോക്കി ചെയ്യുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. എല്ലാ കേസും, ഒരു കേസ് മാത്രമല്ല, ഏത് കേസ് വന്നാലും നമുക്ക് സർജിക്കൽ കേസ് ഒഴിച്ച് ബാക്കിയെല്ലാം നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അത്രമാത്രം നമ്മൾ മെഡിക്കൽ എക്സ്പെർട്ട് ആയാലേ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് എൻ്റെ അനുഭവം. ഓക്കെ, ചന്ദ്രമതി ഡോക്ടറെ. അതെ, ഡോക്ടർ ഒരു 5 മിനിറ്റ് സംസാരത്തിൽ മൊത്തം കോംപ്ലക്ഷൻ മാറിയതുണ്ട്. ഡോക്ടർ അപാരമായ പൊട്ടൻഷ്യൽ വ്യക്തിയാണ്, ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ മോഡറേറ്റ് ചെയ്യുമ്പോൾ ഇത് നോക്കിക്കണം, ആരൊക്കെ ഉണ്ടെന്ന് ഒരു കണ്ണ് വെച്ചോണം. ഇവരെയൊക്കെ പോലെ പ്രത്യേകം നോട്ട് ചെയ്തോണം. കാരണം ഇവരെ വായിൽ നിന്നൊക്കെ വീഴുന്ന ഓരോ മിനിറ്റിലെ വാക്കുകൾക്കും വളരെ വളരെ വിലയുണ്ട്. ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ഇവര് തമ്മിലുള്ള കണക്ഷൻ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. പക്ഷെ ചന്ദ്രമ ഡോക്ടറെ പേര് കണ്ടപ്പോൾ ഈ പതക്കൊക്കെ ഒരുപാട് വായിക്കുന്ന വ്യക്തിയാണെന്ന് എനിക്ക് അറിയാം. അതൊരു ഹൈ പൊട്ടൻസി. ഇടയ്ക്ക് അമോണിയം മൂറ കുറെ മെഡിസിൻ ഡോക്ടർ വളരെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുന്നത്, റാൻഡം നോക്കുകയല്ല ചെയ്ത്, വളരെ ആഴത്തിൽ പഠിച്ചിട്ടാണ് ഡോക്ടർ പറയുന്നത്. അതുപോലെ മെറ്റീരിയൽ പഠിക്കുക. എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത് ഈ ടെക്സ്റ്റ് ബുക്ക് മെറ്റീരിയൽ പഠിക്കുകയാണ് കൂടുതൽ വായിക്കുന്നത് നല്ലത്, കോംപ്രിഹെൻസീവ് ആയിട്ട്. ഇപ്പം കെന്റിന്റെ ഉണ്ട്, ഡണ്ണാമിന്റെ ഉണ്ട്, ഇതാണ് NM ചൗധരിയുടെ, അങ്ങനെ കുറെ ഉണ്ട്. ഇപ്പൊ ഒരു അധ്യാപകൻ ക്ലാസ്സിൽ പഠിപ്പിക്കും പോലെ ആയിരിക്കും. നമ്മുടെ ജയപ്രാശൻ ടീച്ചറുണ്ട്, വിദ്യാരാജല ടീച്ചർ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. ഒരു മെഡിസിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ കുറേ പുസ്തകത്തിന്റെ ഇങ്ങനെ പറഞ്ഞു പോകും. ശോഭൻ ഡോക്ടർ എന്താ പറഞ്ഞ? ശോഭൻ ഡോക്ടറെ ഇതിന് പറയാനുണ്ടോ? മെഡിസിൻ ഷെറപറാന്നങ്ങ് പറയും. അപ്പം ഓരോരോതിന്റെ കമ്പയർ ചെയ്ത് അത് അപാരമാണ്. ജയപ്രകാശൻ ടീച്ചർ അതുപോലെ ഒരു അധ്യാപകൻ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ രണ്ട് കോളേജായിട്ട് കുറെ കാലം പഠിച്ചിരുന്നു, കുറെ അധ്യാപകർ. ഇത്രയും വളരെ കോംപ്രിഹെൻസീവ് ആയിട്ട് ആ തലച്ചോറിനകത്ത് ഇത് സ്റ്റോർ ചെയ്യുന്ന ഒരു വ്യക്തി ടീച്ചറിന്റെ ചരമവാർഷികം കഴിഞ്ഞ ദിവസമായിരുന്നു. അപാരമായിരുന്നു. ആ സ്മരണയ്ക്ക് മുമ്പ് ആദരാഞ്ജലി അർപ്പിക്കുകയാണ്. ഓക്കെ മനോജ് ഡോക്ടറെ. അപ്പോ ചന്ദ്രമതി ഡോക്ടർ പെട്ടെന്ന് അപ്രത്യക്ഷമായതാണോ? എന്തായാലും കാണും. എന്തായാലും ഒത്തിരി കുറച്ച് സമയം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചന്ദ്രമതി ഡോക്ടർ പറഞ്ഞു. അപ്പൊ നമ്മുടെ സമയം ഏകദേശം 24 ഇനി 5 മിനിറ്റേ ഉള്ളൂ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? സന്ധിവാതത്തിനെ കുറിച്ച് എന്തെങ്കിലും കൂട്ടിച്ചേർക്കലുകളോ സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ പറയാം. അതുപോലെ നമ്മളെ അനിൽകുമാർ ഡോക്ടറും ധനേഷ് ഡോക്ടറും പറഞ്ഞ കാര്യം എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ നാളെ കുട്ടികളുടെ പ്രോഗ്രാമാണ്, നവംബർ 14 ശിശുദിനവുമായി ബന്ധപ്പെട്ട്. എങ്കിൽ പോലും അത് വെള്ളിയാഴ്ച, മറ്റന്നാളാണ്. വെള്ളിയാഴ്ച നാളെ 1900 എപ്പിസോഡ് തികയുന്നതിന്റെ ആഘോഷം. അപ്പൊ നാളെയും മറ്റന്നാളും ഒക്കെ എല്ലാരും പ്രോഗ്രാമിൽ പങ്കെടുക്കണം. നാളെ വളരെ വിശേഷപ്പെട്ട എപ്പിസോഡാണ്. കാരണം 1900 ദിവസം തികയാണ് നമ്മുടെ സൂം പ്രോഗ്രാം അല്ലെങ്കിൽ സൂം എപ്പിസോഡുകൾ തുടങ്ങിയിട്ട്. അതെ, ശരിക്കും പറഞ്ഞ ഈ നമ്മുടെ 1700-ാം ദിവസം മമ്മൂട്ടിയുടെ അനിയൻ എബ്രാഹിം കുട്ടിയാണ് വിളിച്ചത്. പരീസ് സാറിന്റെ കെയർ ഓഫിലാണ് വന്നപ്പോ അദ്ദേഹം ചോദിച്ചാണ്, ഇത്രയും ദിവസം ചുമ്മാ പറയുന്നതാണോ ചോദിച്ചത്, എങ്ങനെ ഇത് നടക്കുമെന്ന്. വിശ്വസിക്കാൻ പറഞ്ഞാൽ അന്ന് 1700 ആയിരുന്നപ്പോഴാണ് കണ്ടിന്യൂസ് ആയിട്ട് നടന്നു പറഞ്ഞാൽ വെറുതെ ആണോ സംശയമായി. അപ്പൊ ഞാനിപ്പോഴും പുള്ളിക്ക് പോസ്റ്റർ അയച്ചു കൊടുക്കാറുണ്ട്. എന്തിനാണ് അത് പറഞ്ഞാണല്ലോ, അവിടെ 200 ദിവസം വീണ്ടും കഴിഞ്ഞപ്പോൾ ഇപ്പോഴും നടക്കുന്നു എന്നുള്ളതാണ്. അത് നേരത്തെ
800 കഴിഞ്ഞ 1900 ആയി. അതെ അതെ, അവിടെ അമരം കടന്ന് പോയെന്നുള്ളതാണ്. അപ്പൊ ഇതിന് ദൈവാധീനം എന്നൊരു ഘടകം ഉണ്ടെന്നുള്ള യാതൊരു സംശയമില്ല. അതുകൂടെ നമ്മൾ ഓർമ്മിക്കണം. ജനുവരി വരെയുള്ള കുറെ ദിവസങ്ങൾ വരെ നമുക്കിപ്പോ ഓൾറെഡി ഇംഗ്ലീഷിലൊക്കെ ബുക്കിംഗ് ആണ്. അതെ, അല്ലേ? പക്ഷെ ഈ പറഞ്ഞ പോലെ ഇതിനകത്ത് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു പേര് ധനേഷ് ഡോക്ടർ. അപ്പൊ പറയാതിരിക്കാൻ നിവൃത്തിയില്ല, എത്രയും കാം ആൻഡ് കമ്പോസ്ഡ് ആയിട്ട് ചെയ്യുന്നു എന്നുള്ളത് എനിക്ക് അത്ഭുതമാണ് തോന്നുന്നത്. അതല്ല മനോജ് ഡോക്ടറെ, ലോകത്ത് ഒരു സംഘടനയും ചെയ്തിട്ടില്ല, നമ്മളെ കോമ്പറ്റി ആരുമില്ല. അതെന്താ ഗിന്നസ് റെക്കോർഡ് എന്താ അതിന്റെ പുറകെ പോയോ? പിന്നെ അതിന്റെ പിറകെ പൊക്കിക്കൊണ്ടിരിക്കുന്നു, ഒന്നും ആയില്ല. അല്ല, ഗിന്നസ് ബുക്കിലെ പോലും ആരുമില്ല കോമ്പറ്റ് ചെയ്യാനായിട്ട്. നമ്മൾ മാത്രം നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല ഡോക്ടറെ, വേണ്ടേ? അത് ചെയ്ത് കാണിക്കുന്നു. ഡോക്ടറെ, നമ്മുടെ ഈ പ്രോഗ്രാംസ് അന്നുള്ള ഈ ലിങ്കും അതുപോലെ പോസ്റ്ററും നമ്മുടെ വെബ്സൈറ്റിൽ വരണം, എന്നാലേ ഇത് അവര് ശ്രദ്ധിക്കുള്ളൂ. വെബ്സൈറ്റ് അവർ സുരാജ് ഡോക്ടറെ അടുത്ത് പറഞ്ഞാൽ മതി. പിന്നെ അത് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല ഡോക്ടർ. നമ്മളത് ആരെങ്കിലും കൊണ്ട് ഉത്തരവാദിത്തത്തോടെ ഡെയിലി ചെയ്യിക്കണം. നമ്മളിവിടെ ഒരു ഗ്രൂപ്പിൽ ഇടുന്നത് ഡയറക്റ്റ് അതേ സമയത്ത് തന്നെ വിഷ്ണുവിനെ കൊണ്ട് അത് അവിടെ ചെയ്യിക്കത്തക്ക രീതിയിൽ അത് കറക്റ്റ് ചെയ്യണം. എന്നാലേ ഈ പ്രോഗ്രാംസ് നടക്കുന്ന ഡോക്ടർ നാളെ രാവിലെ വിഷ്ണുവിനെ വിളിച്ചോ, ഞാനും കൂടെ ഇടപെടാം, കുഴപ്പമൊന്നും. അത് അങ്ങനെയല്ല. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതൊന്ന് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കിക്കണം. അല്ല ഞാൻ പറഞ്ഞോണ്ട് വലിയൊരു റെക്കോർഡാണ്. എന്നും പറയുന്നുണ്ട്, പക്ഷെ ആരും അത് ചെയ്യുന്നില്ല. അതാണ് നോക്കട്ടെ ഡോക്ടർ രാവിലെ എന്നെ ഓർമ്മിച്ചാൽ മതി, നോക്കാം. ഓക്കെ, അപ്പൊ അതിനുള്ള ശ്രമങ്ങൾ തുടരട്ടെ. അപ്പൊ എന്തായാലും നമുക്ക് നവാഗതയായിട്ടാണ് ഡോക്ടർ ശോഭന ഇന്ന് നമുക്കൊരു ക്ലാസ് എടുക്കുവാനായി എത്തിയത്. നമ്മുടെ നന്ദിയുണ്ട്. ഞങ്ങൾ അങ്ങനെ നന്ദി പറഞ്ഞ് നിർത്തുന്നില്ല. എന്തായാലും ആദ്യമായിട്ട് ഇന്ന് നല്ലൊരു ക്ലാസ് എടുത്ത ഡോക്ടർ ശോഭനയ്ക്ക് നന്ദി പറയുന്നതിന് മനോജ് ഡോക്ടറെ തന്നെ ക്ഷണിക്കുകയാണ്. അതെ, എനിക്ക് പറയാനുള്ളത്, ഒരു ശോഭനയല്ല 1000 ശോഭനമാർ ഉണ്ടാകട്ടെ, അങ്ങനെ നമ്മുടെ ഭാവി ശോഭനമാകട്ടെ എന്നാണ് എന്റെ സ്വപ്നം. എന്നാലും ഈ ക്ലാസ് എടുത്ത ശോഭന ഡോക്ടർക്കും, ഡോക്ടറെ ഈ വേദിയിലേക്ക് കൊണ്ട് ചന്ദ്രമയ ഡോക്ടർക്കും, അതുപോലെ മോഡറേറ്റർ ഷൈൻ ഡോക്ടർക്കും, ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും IFPHന്റെ പേര് നന്ദി രേഖപ്പെടുത്തും. ഓക്കെ, മനോജ് ഡോക്ടർക്കും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. എന്തായാലും നമ്മുടെ ഇന്നത്തെ 1899 ദിവസത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുവാൻ സമയമായി. നാളെ 1900 എപ്പിസോഡിൽ കാണും വരേക്കും എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. നമസ്കാരം.